സ്നേഹാദരവുകൾ നിറഞ്ഞ തലക്കോട്ട് മൂല ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി അധ്യക്ഷനും അനുഗ്രഹീതമായ ഈ സംഗമത്തിന്റെ അധ്യക്ഷനുമായ ബഹുമാനനായ ഉസ്താദ് അബ്ദുൽ ഹക്കീം മുസ്ലിയാർ അവർകൾ, അനുഗ്രഹീതമായ സദസ്സ് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രിയ സുഹൃത്ത് ബഹുമാന്യനായ ഷിഹാബുദ്ദീൻ അഹ്സനി ഉസ്താദ് അവർകൾ, അതുപോലെ തന്നെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സുഹൈൽ സഖാഫി, അതുപോലെ തന്നെ ബഹുമാന്യനായ മുനീർ ഹാഷിമി, മുഹമ്മദ് ബഷീർ മുസ്ലിയാർ അടക്കമുള്ള പണ്ഡിതന്മാർ, സഹോദരങ്ങൾ, ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പരിശുദ്ധമായ റമളാനിൻ്റെ വരവിന് മുന്നെയായി റമളാനിനെ കുറിച്ച് ഒരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ടാവലും റമളാനിനെ കുറിച്ചുള്ളതായ മഹത്വങ്ങൾ കേട്ട് ഒരു ആവേശം ഉണ്ടാവലുമൊക്കെ റമളാനിൻ്റെ അമലുകൾക്കേറെ സഹായമാകുമെന്നത് തീർച്ചയാണ്. പഴയകാലം മുതൽക്ക് അങ്ങനെ ചില രീതികൾ, ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ അർഹതയിൽ നമ്മുടെ ഈ സംഗമം ആവട്ടെ. അങ്ങനെ ആവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ മനുഷ്യനെ സംസ്കരിക്കുകയാണ്. മനുഷ്യനെ സംസ്കരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫലയസും എന്നാണ് ഖുർആൻ പറഞ്ഞത്. അനുഗ്രഹീതമായ മാസത്തിൽ സന്നിഹിതരായിട്ടുള്ള ആർക്കും, വിശേഷ ബുദ്ധിയുള്ള ആർക്കും, ചിന്തിക്കാൻ കഴിവുള്ള ആർക്കും നോമ്പെടുക്കാവുന്നതാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആരോഗ്യപരമായ പല ലക്ഷ്യങ്ങൾ നോമ്പിൽ ഉണ്ട് എന്നത് നമ്മൾ നിഷേധിക്കുന്നില്ല. അതിനെ പ്രാധാന്യവൽക്കരിച്ചുകൊണ്ട് മുന്നിൽ നിർത്തി പറയലുമില്ല. നോമ്പിന്റെ ലക്ഷ്യം ആത്മീയമാണ്, ലഅല്ലക്കും തത്തഖൂൻ എന്നതാണ്. എന്നാലും ആരോഗ്യപരമായ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ മനസ്സിലാക്കി മതഭേദമന്യേ റമളാനിന്റെ നോമ്പ് ജനകീയമായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഓതിവെച്ച ആയത്തിൽ ഫമാ ശഹീദ മിൻകും അശ്ശഹ്ർ, ആ മൻ എന്ന പ്രയോഗം പണ്ഡിതന്മാരുള്ള സദസ്സല്ലേ, ഖാസത്തുൽ ലിൽ ഉഖലാ ആണ്, ബുദ്ധിയുള്ളവർക്ക് പറയപ്പെടുന്നത്. വിശേഷ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും റമളാനിന്റെ നോമ്പ് എടുക്കാവുന്നതാണ്, അതിനെ ഏറ്റെടുക്കാവുന്നതാണ്. റമളാനിനെ കർമ്മങ്ങൾ കൊണ്ട് ഏതൊരാൾക്കും സ്വീകരിക്കാവുന്നതാണ്. അതൊരു ലോക നന്മയായാണ് അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ്? പട്ടിണി കിടക്കുന്ന എത്യോപ്യക്കാരന്റെയും മൊറോക്കോക്കാരന്റെയും ഉദരത്തിന്റെ വിശപ്പിന്റെ കാഠിന്യതയെ അമർത്തിപ്പിടിച്ചുകൊണ്ട് താൻ സഹിക്കുന്നതിനെ മറ്റാർക്കും ബോധ്യപ്പെടാൻ കഴിയുന്നില്ലല്ലോ എന്ന ആ വിഷമത്തിൽ കഴിയുന്ന ഏതൊരു പട്ടിണിക്കാരന്റെയും ഉദര നൊമ്പരത്തെ സഹാനുഭൂതി കൊണ്ടും ഒരു മനുഷ്യന്റെ സമ്പൽ സമൃദ്ധിയിൽ ഇല്ലായ്മയുടെ വില എന്ത് എന്ന് ബോധ്യപ്പെടാനുമൊക്കെ റമളാനിന്റെ നോമ്പ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുകയാണ്. മനുഷ്യനാകുന്നത് അവന്റെ വൈകാരികമായ ആവേശങ്ങളിൽ നിന്നും വിവേകത്തിന്റെ പാതയിലേക്ക് എപ്പോൾ പരിമിതപ്പെടുന്നുവോ അപ്പോഴാണ് അവൻ മനുഷ്യനാകുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാലങ്ങളായി റമളാനിന്റെ നോമ്പുണ്ട്. നോമ്പിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നത് നോമ്പ് മനുഷ്യനെ സംസ്കരിക്കാനുള്ളത് എന്നതാണ് എവിടെയും പറഞ്ഞിട്ടുള്ളത്. സംസ്കാര മനുഷ്യരിൽ ഉണ്ടോ? പുരോഗമനങ്ങളും പരിഷ്കാരങ്ങളും അതുപോലെ നാം പറയുന്ന പല നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഇന്നിന്റെ ജീവിതത്തെ ഹരിതാഭമാക്കി കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ പോലും നാളെയുടെ ഭാവി സംസ്കാരമില്ല എന്ന തലത്തിലേക്ക് എത്തുകയാണ്. ഒളിച്ചോട്ടങ്ങളുടെ കാലമാണിത്. ലഹരി ഉപയോഗത്തിന്റെ കാലമാണിത്. പരസ്പരം മനുഷ്യനെ കടിച്ചു തീർന്ന കാലമാണ്. കൊലപാതകത്തിന് യാതൊരുവിധ ഉളുപ്പുമില്ലാതെ രക്തത്തിന്റെ അറപ്പ് മാറിയ അവസ്ഥയിലേക്ക് കിരാതമായ പ്രവർത്തനങ്ങൾ അഴിഞ്ഞാടുന്ന കാലമാണ്. ഈ കാലഘട്ടത്തിലെ, ഈ വർത്തമാന സാഹചര്യത്തിലെ ഏറ്റവും വിലയുള്ള ഒരു പ്രമേയമാണ് മനുഷ്യനിൽ ഒരു സംസ്കാരമുണ്ടാക്കാൻ റമളാനിന്റെ നോമ്പ് ഹൃദയത്തിന് നൽകുന്ന ഒരു സംസ്കാരത്തിന്റെ പ്രഭ, ആത്മീയ പ്രഭ, ആത്മാവിനെ നന്നാക്കുന്ന, ചിന്താഗതിയെ സംസ്കരിക്കുന്ന ഒരു പ്രഭ. അത് റമളാന്റെ നോമ്പ് കൊണ്ട് കിട്ടുമെന്നാ പറഞ്ഞത്. റമളാന്റെ നോമ്പ് എന്തിനുള്ളതാണ്? മുത്തഖിയാവാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹിനെ പേടിച്ച്, അസാന്നിധ്യത്തിൽ റബ്ബിനെ പേടിച്ച് കഴിയുന്നവൻ എന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് റമളാന്റെ നോമ്പ് എന്നാണ് ഖുർആൻ പറഞ്ഞത്.
ആ അർത്ഥത്തിൽ നമ്മുടെ നോമ്പുകൾ ആകുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാലം എത്രയായി റമദാനിനെ വരവേൽക്കുന്നു. റമദാൻ തന്ന എന്തു വിശുദ്ധിയാ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമുക്ക് കൊണ്ടു നടക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരു മാസം നമ്മെ അടച്ചുപൂട്ടി ഇടപ്പെട്ട പോലെ ജീവിച്ചിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ പൈശാചിക താവളത്തിലേക്ക് വീണ്ടും നമ്മൾ വിരുന്നിന് പോകുന്ന അവസ്ഥയാണ് നമുക്കുള്ളത്. റമദാൻ വന്നാൽ റമദാന്റെ ഏകദേശം ഒരാഴ്ച മുന്നേ TV ഓഫ് ചെയ്യുന്നു എന്ന ഒരു പ്രഖ്യാപനം പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്നതിന്റെ ആവശ്യമില്ല. കാരണം അതിലും അലമ്പ് പിടിച്ച കാര്യങ്ങളിലാ ഇന്ന് നമ്മളുടെ ദൃശ്യ ശ്രാവ്യ കേന്ദ്രങ്ങൾ മുഴുവനും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആ രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് TV ഓഫ് ചെയ്യൂ എന്ന് പണ്ട് അബ്ദുൽ നാസർ മഅദനി ഉസ്താദൊക്കെ പ്രസംഗിച്ച കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആ കാലമൊന്നുമല്ല. അതിലും അപ്പുറത്തേക്ക് ആൻഡ്രോയിഡിന്റെയും ആപ്പിളിന്റെയും നീലവെളിച്ചം മനുഷ്യ ജീവിതത്തെ ഹോമിച്ചു കൊണ്ടുപോകുന്നത് എത്ര മലീമസമായ അവസ്ഥയിലേക്ക് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ ഏത് സമയവും അവന്റെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് മാറുകയാണ്. എന്താണ് അവന്റെ യഥാർത്ഥ സ്വഭാവം? ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലഖ്നൂദ്. നന്ദി കെട്ടവനാ, സംസ്കാരമില്ലാത്തവനാ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും നിയമങ്ങളും ഇല്ലെങ്കിൽ അവൻ പരാജയപ്പെടുന്നവനാ. അതാണ് അവന്റെ യഥാർത്ഥ സ്വഭാവം. മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവത്തിന്റെ ആ സൈക്കോളജിക്കലായിട്ടുള്ള എന്തൊക്കെയോ തിരിഞ്ഞ അതേക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള മലക്കുകളാണ് അന്ന് ചോദിച്ചിരുന്നത്. അള്ളാഹുവോട് ചോദിച്ചത് രക്തച്ചൊരിച്ചൽ അവന്റെ ജന്മസിദ്ധമായ ഒരു ഗുണമാണ്. രക്തത്തോട് ആർത്തി പിടിച്ച മനുഷ്യൻ, മൃഗീയത അവനിലുണ്ട്. മനുഷ്യൻ എന്ന വാക്കിന് പോലും മഹാന്മാരായ മന്തിഖിന്റെ പണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്ന നിർവചനം ഹയവാൻ നാത്തിഖ്, സംസാരിക്കുന്ന മൃഗം, സംസാരിക്കുന്ന ജീവി എന്നാണ്. ഹയവാനിയത്ത് മനുഷ്യനിൽ ഉറങ്ങിക്കിടക്കാണ്. ഹയവാനിയത്തുള്ള മനുഷ്യനെ പറ്റി ഖുർആൻ പറഞ്ഞു, 7 കിതാബുകൾ കൊണ്ട്, തൗറാത്തിന്റെ തങ്കലിപികൾ കൊണ്ട് സംസ്കാരം കിട്ടാതെ പോയ ഇസ്രായേലി സമൂഹത്തെ നോക്കിയിട്ട് പറഞ്ഞു അവർ കഴുതകളാണ് എന്നാ പറഞ്ഞത്. കഴുതകളുടെ മുകളിൽ 7 കൂമ്പാരങ്ങൾ കയറ്റി വെച്ചാൽ കഴുതക്ക് അതുകൊണ്ട് ഉപകാരമില്ലാത്ത പോലെ സഹസ്രക്കണക്കിന് പ്രവാചക പുങ്കവരെ കൊണ്ട് പരിശുദ്ധ ദീനിന്റെ തത്വസംഹിതകൾ കേട്ടിട്ട് സംസ്കാരം കിട്ടാത്ത ഇസ്രായേലി സമൂഹം അത്രത്തോളം അധപ്പതിച്ചു എന്ന് പറഞ്ഞു. മനുഷ്യനിൽ സംസ്കാരമില്ലാത്ത മറ്റൊരു സന്ദർഭത്തെക്കുറിച്ച്, കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞത് കൂനു ഖിർദത്തൻ ഖാസിഇൻ എന്ന, കുരങ്ങിനേക്കാളും നിന്ദരായി പോകൂ എന്ന. എവിടെയും ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ഉള്ള ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളാൻ, നന്മയെ സ്വീകരിക്കാൻ തയ്യാറാവാതെ മുഖം തിരിച്ചും, നല്ലത് കേൾക്കുന്നിടത്ത് നിന്ന് കാതിനെ തിരിച്ചും, നല്ലത് കാണാൻ അവസരമുണ്ടായിട്ട് അതിനെ നിഷേധിച്ചും, ആ നല്ല അവസരത്തെ സ്വന്തം കണ്ണുകൾക്ക് നിഷേധിച്ചും ധ്വംസനം ചെയ്തും സ്വന്തം ഇച്ഛകളുടെ പിന്നാലെ പോകുന്ന മനുഷ്യനെ പറ്റി പിന്നെയും പറഞ്ഞു ഉലൈക കൽ അൻആം ബൽ ഹും അദൽ. മൃഗത്തെക്കാളും താഴെ, മുശബ്ബഹ് ബിഹി അഅലയാണ്, മൃഗത്തെക്കാൾ താഴെ. ഉലൈക കൽ അൻആം, മൃഗത്തെക്കാൾ താഴെയാണ് മനുഷ്യൻ. ഇങ്ങനെയുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു ബേസിൽ നിന്നിട്ടാണ് മനുഷ്യനെ ഖുർആൻ സംസ്കരിക്കുന്നത്. മനുഷ്യൻ ഉള്ള കാലത്തോളം നോമ്പ് ഉണ്ടായിട്ടുണ്ട്. മനുഷ്യൻ ഉണ്ടായ കാലം മുതലേ നോമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിനർത്ഥം നമ്മൾ മനുഷ്യനായി ജീവിക്കണമെങ്കിൽ നമ്മെ നിയന്ത്രിക്കാൻ പരിശുദ്ധ റമദാനിന്റെ സിലബസ്, ആ ഒരു പാഠശാല നമുക്ക് 11 മാസം ജീവിക്കാനുള്ളതായ സംസ്കാരത്തിന് 1 മാസത്തെ ഒരു കർശനമായ നിയന്ത്രണം, കണിശിതമായ നിയന്ത്രണം നമ്മളിൽ ഉണ്ടായേ പറ്റൂ. അല്ലാതെ നമ്മൾ നന്നാവൂല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം كما كتب على الذين من قبلكم لعلكم تتقون. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് ഫർളാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുന്നേ ജീവിച്ചു പോയ ആളുകൾക്ക് മുഴുവൻ നോമ്പ് ഫർളാക്കപ്പെട്ട പോലെ. അപ്പൊ മുൻഗാമികൾക്ക് നോമ്പ് ഫർളായിരുന്നു, അതുപോലെ നിങ്ങൾക്കും ഫർളാണ്. എന്താണ് നോമ്പിന്റെ ലക്ഷ്യം? നോമ്പിന്റെ ലക്ഷ്യം ലഅല്ലക്കും തത്തഖൂൻ. മോണിറ്ററിലേഷൻ കൂടി.
ലഅല്ലക്കും തത്തഖൂൻ, ഹൃദയം നന്നാവാൻ വേണ്ടിയിട്ടാണ്, ഉള്ളു നന്നാവാൻ വേണ്ടിയിട്ടാ നിങ്ങളുടെ നോമ്പ് എന്ന് ഖുർആൻ. ഉള്ളു നന്നായോ ഇല്ലയോ അല്ലാഹു അഅലം, അല്ലാഹു നന്നാക്കി തരട്ടെ. ഉള്ളു നന്നാവല വിഷയം, അത് നന്നായ ശരീരം മുഴുവൻ നന്നായി എന്ന് മുഹമ്മദ് നബി ഉറക്കെ പറയൂ സല്ലല്ലാഹു അലാ മുഹമ്മദ്. മഹാനായ ഒരു വലിയ സയ്യിദിന്റെ, നമ്മുടെ ഇമാമായിരുന്ന സയ്യിദ് ഹുസൈൻ പൂക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ പേരിൽ അനുഗ്രഹീതമായ ഈ നഗർ ഇവിടെ ഒരുക്കപ്പെടുമ്പോൾ സ്വലാത്തിൽ കുറവ് വരാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളു നന്നാവാൻ ഉള്ളിലൊരു മാംസപിണ്ഡമുണ്ട്. ഹൗള് ചെയ്ത കുറച്ച് മതി കേട്ടോ ഇൻഷാ അല്ലാഹ്. ഉള്ളിലൊരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ആ ശരീരം, ആ ജീവിതം മുഴുവൻ നന്നായി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നോക്കുന്നത് ആ ഉള്ളിലെ മാംസപിണ്ഡത്തിലേക്ക്. മറ്റൊരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പൂർവീകർക്ക് മുഴുവൻ നോമ്പുണ്ടായിരുന്നു. അതിൽ പല ലക്ഷ്യങ്ങളും മഹാന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അള്ളാഹു വിലക്കിയ കനി സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാം കഴിച്ചത് ദഹിക്കാതെ കിടന്നത് 30 നാളുകളാണെന്നും രാപ്പകൽ ഭേദമന്യേ ആദം നബി നോമ്പെടുത്തുന്നു ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ദഹനം സാധ്യമാവാൻ വേണ്ടി. ശേഷം വിസർജനം ഭൂമിയിൽ. സ്വർഗത്തിൽ വിസർജനം ഇല്ല. സ്വർഗത്തിലെ വിസർജനം കസ്തൂരിയേക്കാൾ വാസനയുള്ള വിയർപ്പുകൾ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ദുർഗന്ധം വമിക്കുന്ന ഒരു വിസർജനമായി പുറത്തു പോകേണ്ട ഒരു സംവിധാനം സ്വർഗത്തിലില്ല. അങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഏതായാലും വെളുത്തവാവിന്റെ നോമ്പുകൾ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം എടുത്തു എന്ന് കൃത്യമായി തന്നെ ഹദീസിലുണ്ട്. അതായത് ആദം നബിയുടെ കാലം മുതൽക്ക് തന്നെ നോമ്പിന്റെ പഴക്കം. എന്തിനാണ് നോമ്പ്? മനുഷ്യനെ സംസ്കരിക്കാൻ. നോമ്പ് മനുഷ്യനെ സംസ്കരിക്കാനാണ്. ഉദരം പട്ടിണി കിടക്കൽ മാത്രമല്ല നോമ്പ്. സഹാനുഭൂതിയുടെ മാസമാണ് റമദാൻ. സഹിഷ്ണുതയുടെ മാസമാണ് റമദാൻ. സ്നേഹത്തിന്റെ മാസമാണ് റമദാൻ. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്ന് പരമാവധി പ്രോത്സാഹിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമദാന്റെ വരവില് ഒരു സന്തോഷം ഉണ്ടായ സ്വർഗ്ഗാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. റമദാന്റെ വരവില് സന്തോഷം ഉണ്ടാവണമെങ്കിൽ റമദാനെ കുറിച്ച് ഒന്ന് അറിഞ്ഞേ പറ്റൂ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാ പറഞ്ഞത്. റമദാൻ എന്ന പേര് പോലും അള്ളാഹുവിന്റെ ഇസ്മാണ് എന്ന് പറയുന്നുണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് റമദാൻ? എന്റെ പ്രിയമുള്ളവരെ, ആ വാക്ക് പോലും, റമദാൻ എന്ന വാക്ക് പോലും ലോപിച്ചു വന്നിരിക്കുന്നത് റമള് എന്ന പ്രയോഗത്തിൽ നിന്ന്. റമള് എന്ന് പറഞ്ഞാൽ ചൂട് പിടിച്ചു കിടക്കുന്ന കരിങ്കല്ല്. അതിന് അറബിയിൽ പറയും റമള്. ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനത്തിൽ കൃത്യമായി തന്നെ ഇത് പറയുന്നുണ്ട്. റമള് എന്ന് പറഞ്ഞാൽ ചൂട് പിടിച്ചു കിടക്കുന്ന ഒരു കരിങ്കല്ല്. ആ കരിങ്കല്ലിൽ, ചൂട് പിടിച്ചു കിടക്കുന്ന കരിങ്കല്ലിൽ ബാഷ്പ സാന്നിധ്യമുള്ള ജലക്കണങ്ങൾ എന്തെങ്കിലും ചാടിയാൽ അതിനെ ഉണക്കി കളയുന്ന പോലെ, കരിച്ചു കളയുന്ന പോലെ മനുഷ്യന്റെ 11 മാസത്തെ പാപങ്ങളെ പരിശുദ്ധ റമദാൻ കരിച്ചു കളയുകയാണ്. പിന്നെ ഒരു പ്രയോഗമാണ് റംളാ എന്ന പ്രയോഗം. അതിൽ നിന്നും നിഷ്പന്നമായതാണ് റമദാൻ. റംളാ എന്ന പ്രയോഗം പൊടി പിടിച്ചു നിൽക്കുന്ന അന്തരീക്ഷത്തിലേക്ക് പെട്ടെന്നൊരു പേമാരി പെയ്തിറങ്ങിയാൽ ആ പേമാരിയിൽ കുളിച്ചു നിൽക്കുന്ന ഭൂമിയിൽ പച്ച നിറത്തിലുള്ള പുല്ലുകളും പുഷ്പങ്ങളും കിളർത്തു വരുന്നത് എത്ര വലിയ മനോഹാരിത നൽകുന്നുവോ. പുണ്യങ്ങളുടെ വസന്തകാലമായി പരിശുദ്ധ റമദാൻ അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാക്കുന്നു എന്ന അടിസ്ഥാനത്തിൽ റംളാ എന്ന വാക്ക്, റംളായിൽ നിന്നും നിഷ്പന്നമായ റമദാൻ, അങ്ങനെയും മഹാന്മാർ പറയുന്നുണ്ട്. അങ്ങനെ മാത്രമല്ല, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് റമദാൻ എന്ന വാക്ക്, ആ ഒരു പ്രയോഗം തന്നെ അറബി മാസങ്ങളിൽ, ആ ഒരു പ്രയോഗം റമദാൻ എന്ന പ്രയോഗം അറബി മാസങ്ങളിലെ 12 മാസങ്ങളിൽ റമദാൻ എന്നൊരു പ്രയോഗം ഖുർആൻ എടുത്തു പറയാണ്. ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതം, ഖുർആന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതം. റമദാൻ എന്നൊരു പേര് കൊണ്ട് ഖുർആൻ മറ്റു മാസങ്ങളിൽ നിന്നും റമദാനിനെ ഉദ്ധരിച്ചുകൊണ്ട് റമദാനിനെ പ്രത്യേകമാക്കുക, ശ്രേഷ്ഠവൽക്കരിക്കുക. അങ്ങനെയെല്ലാം പരിശുദ്ധമായ ഖുർആൻ റമദാനിന്റെ മഹത്വങ്ങൾ വാനോളം പുകഴ്ത്തി നമ്മുടെ മുന്നിൽ പറയാണ്. എന്തിനാണത്? ആ റമദാന്റെ മഹത്വങ്ങളൊക്കെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടാൽ റമദാന്റെ വരവിൽ സന്തോഷം തോന്നും. റമദാന്റെ വരവിൽ ആരെങ്കിലും സന്തോഷിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് അള്ളാഹുവിന്റെ നരകം ഹറാം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ചിലര് ചിന്തിക്കാറുണ്ട് ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. അങ്ങനെയുണ്ട്. ചിലരുടെ ഉപജീവന മാർഗത്തിലൊക്കെ റമദാന്റെ നോമ്പിന്റെ തീഷ്ണമായ അവസ്ഥകളൊക്കെ പലപ്പോഴും ഇടപെടാറുണ്ട്. ചില കച്ചവടങ്ങളൊക്കെ നടക്കാതെ വരാറുണ്ട്. റമദാനിന്റെ പേരിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ പലതും ഒഴിവാക്കുന്നുണ്ട്.
എന്നിട്ട് അവൻ തീരുമാനിക്കും റമദാൻ കഴിഞ്ഞാൽ പിന്നെ തുടങ്ങാലോ, എങ്ങനെയും ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരാൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തുന്നതായി കാണാം. ഫത്ഹുൽ അല്ലാം ബിശ്റഹി മുർഷിദുൽ അനാം എന്ന ഗ്രന്ഥത്തിൽ മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു തമന്നി സവാലി റമദാൻ മിനൽ കബായിർ, റമദാൻ ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നത് വൻ പാപമാണ്. റമദാൻ ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് എവിടെയും ഒന്ന് ഹൃദയത്തിൽ തോന്നിപ്പോയാൽ തൗബ ചെയ്തേ പറ്റൂ, വൻ പാപം എന്ന് മഹാനായ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ മുടിചൂടാ മന്നനായ മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ അല്ലാം ബിശ്റഹി മുർഷിദുൽ അനാം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. മഹാന്മാരായ സ്വഹാബത്തിന്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാ? ഒരാള് റമദാൻ കഴിഞ്ഞിട്ട് ആ തെറ്റ് ഞാൻ ഇൻഷാ അല്ലാഹ് ചെയ്യൂന്ന് അങ്ങോട്ട് ഉള്ളിൽ, എന്തായാലും റമദാനെ മാനിച്ചുകൊണ്ട് മാറ്റി വെച്ചതാ, ഈ തെറ്റുകളൊക്കെ റമദാൻ കഴിഞ്ഞ് എന്തായാലും നോമ്പ് കഴിയട്ടെ പിന്നെ കുഴപ്പമില്ലല്ലോ, ആ രീതിയിൽ ഒരു ചിന്താഗതി ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഖാല കഅബ് മൻ സാമ റമദാൻ വഹുവ യുഹദ്ദിസു നഫ്സഹു ഇദാ അഫ്തറ ബഅദ റമദാൻ അൻ അസാ റബ്ബഹു ഫസിയാമുഹു അലൈഹി മർദൂദ്. റമദാൻ കഴിഞ്ഞിട്ട് ആ തെറ്റ് ചെയ്യാം, കുഴപ്പമില്ല, റമദാൻ എന്തായാലും കഴിയട്ടെ എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു തെറ്റിലേക്ക് അവന്റെ മനസ്സിനെ അവൻ ബന്ധപ്പെടുത്തി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ റമദാനിനെടുക്കുന്ന അമലുകളെ അള്ളാഹു അവന് തന്നെ തിരിച്ചു കൊടുക്കും. അള്ളാഹുവിന് അമലുകൾ വേണ്ടെന്ന് മഹാന്മാർ പറയുകയാണ്. മാത്രവുമല്ല, റമദാൻ കഴിഞ്ഞിട്ട് എനിക്ക് നന്നായി ജീവിക്കണം, ഈ റമദാനോട് കൂടെ നന്നാവണം എന്നൊരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരാൾ ചിന്തിച്ചത് ഇദാ അഫ്തറ ബഅദ റമദാൻ അല്ലാ യഅസി അല്ലാഹ ദഖലൽ ജന്ന ബിഗൈരി ഹിസാബ് വലാ മസ്അല, ഖബറിലെ ചോദ്യം പോലും ഇല്ലാതെ മഹ്ശറയിൽ ഹിസാബ് എളുപ്പമായിട്ട് ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുന്നത് റമദാൻ കഴിഞ്ഞും എനിക്ക് റമദാനിലെ പോലെ തന്നെ നടക്കണം എന്ന ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ ആ മനുഷ്യനിൽ സാധ്യമെന്ന് മഹാനായ ഇബ്നു റജബ് തങ്ങൾ അദ്ദേഹത്തിന്റെ ത്വാഇഫുൽ മആരിഫിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. അത്രത്തോളം മഹാന്മാര് പഠിപ്പിക്കുന്ന റമദാനിനെ സ്നേഹിക്കണം, റമദാനിനോട് ഹൃദയത്തിൽ ഒരു ബന്ധമുണ്ടാവണം. റമദാൻ കൊണ്ട് നമുക്ക് നന്നാവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാ നമ്മൾ നന്നാവാ? പരിശുദ്ധ റമദാൻ വന്നിട്ട് നമ്മൾ കുലുങ്ങിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ കുലുങ്ങാ? റമദാൻ വന്നിട്ട് കണ്ണ് നനഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാ നമ്മുടെ കണ്ണ് നനയാ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസം. ശഹ്ർ എന്ന് ചേർത്തിട്ടാ അല്ലാഹു പോലും പറഞ്ഞിട്ടുള്ളത്, ശഹ്ർ എന്ന് ചേർത്തിട്ടാ അല്ലാഹു പോലും റമദാൻ പറഞ്ഞിട്ടുള്ളത്. കേട്ടോളൂ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഐഷാ ബീവി റളിയല്ലാഹു അൻഹയാ ഹദീസ് നിവേദനം ചെയ്യുന്നത്. സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഫഖറുദ്ദീൻ റാസി ഹദീസ് പറയുന്നതായി കാണാം, ലാ തഖൂലു ജാഅ റമദാൻ വദഹബ റമദാൻ വലാകിൻ ഖൂലു ജാഅ ശഹ്റു റമദാൻ. നിങ്ങൾ സാധാരണ വർത്തമാനത്തിൽ പറയാറുണ്ടല്ലോ, റമദാൻ വന്നു റമദാൻ പോയി, വെറുതെ റമദാൻ എന്ന് മാത്രം റമദാൻ മാസത്തെ പറയല്ലേ, മാസം എന്ന പ്രയോഗവും കൂടി ചേർത്തിട്ട് റമദാൻ മാസം എന്ന് പറയണേ, അല്ലെങ്കിൽ ഷഹ്റു റമദാൻ എന്ന് പറയണേ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട റമദാൻ എന്ന് പറയണേ. റമദാൻ എന്ന വാക്ക് വെറുതെ തനിച്ചു പറയല്ലേ. നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലെ SI നമുക്ക് വേണ്ടപ്പെട്ട ആളാ, സ്റ്റേഷനിൽ ചെന്നിട്ട് ആ ആളെ പേര് വിളിച്ചു കഴിഞ്ഞാൽ പറ്റൂല, റെസ്പെക്ട് ചെയ്യണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ജാഅ റമദാൻ വദഹബ റമദാൻ, റമദാൻ വന്നു റമദാൻ പോയി, റമദാന്റെ മുമ്പ് റമദാന് ശേഷം, ഇങ്ങനെ റമദാൻ 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 എന്ന് മാത്രം പറയല്ലേ, അതിനോട് കൂടെ മാസം എന്ന പ്രയോഗവും കൂടി ചേർത്തിട്ട് പറയണം. എന്താണ് കാരണമെന്നറിയുമോ? ഫഇന്നഹു ഇസ്മും മിൻ അസ്മാഇല്ലാഹി തആല, അല്ലാഹുവിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ്, അല്ലാഹുവിന്റെ പേരാണ് റമദാൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം ഈ മാസത്തെ ആദരിച്ചുകൊണ്ട് തന്നെയാണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ചില ഖബറുകളിൽ കാണാം, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്നുണ്ട്, മൂസാ നബിയെ, അവസാന കാലഘട്ടത്തിൽ വരുന്ന സമൂഹത്തിന് 2 ഇരുട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. 2 ഇരുട്ട്, നമ്മെ പ്രാപിക്കാനുള്ള 2 ഇരുട്ട്. ആ 2 ഇരുട്ട് എന്ന് പറയുന്നത്, ഒന്ന് ഖബറിലെ ഇരുട്ടാണ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 2 ഖിയാമത്ത് നാളിന്റെ അവസാനത്തെ സന്ദർഭത്തിൽ ഒരു 72 മണിക്കൂർ സൂര്യോദയം ഉണ്ടാവാത്ത ഒരു 3 പകലുകളുണ്ട്. ആ 72 മണിക്കൂർ നമുക്കൊരു ഇരുട്ടുണ്ട്. ആ 2 ഇരുട്ടുകളിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്നവൻ വല്ലാതെ ഇടങ്ങേറാകുമെന്നാണ്.
ആ 2 ഇരുട്ടുകളിൽ ഒരു മനുഷ്യന് രക്ഷ കിട്ടാൻ 2 വെളിച്ചം ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയാം. 2 വെളിച്ചം കൊടുത്തിട്ടുണ്ട് 2 ഇരുട്ടുകൾ പ്രാപിക്കുന്നതിന് മുമ്പ്. ഏതാണ് ആ 2 ഇരുട്ടുകൾ? ഖബറിന്റെ ഇരുട്ടും ഖിയാമത്തിന്റെ ഇരുട്ടും. ഏതാണ് റബ്ബേ ആ 2 പ്രകാശം? മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ചോദിക്കുക, റബ്ബി മൻ നൂറാൻ, അല്ലാഹുവേ ആ 2 പ്രകാശം ഏതാണ് അല്ലാഹു പറഞ്ഞു, നൂറു റമളാൻ വനൂറുൽ ഖുർആൻ. ഖുർആനാകുന്ന വെളിച്ചമാ, റമളാനാകുന്ന വെളിച്ചമാ. ഈ 2 വെളിച്ചമാണ് അവർക്ക് നേരത്തെ ഞാൻ നൽകിയതെന്ന് അല്ലാഹു പറഞ്ഞു എന്ന് ഔകമാ ഖാല റസൂലുള്ളാഹി. ഖുർആന്റെ വെളിച്ചം കിട്ടണം. ഇത് 2 കൂടി ഇങ്ങനെ സമഞ്ജസമായി സമന്വയിക്കപ്പെട്ടിട്ട നമ്മുടെ ആരാധനകളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഖുർആനെ റമളാനെ ഒരുമിച്ചാ പറയാം മിക്കവാറും. 2ഉം ശഫാഅത്താണ്. ഒരു മനുഷ്യന് ശഫാഅത്താണ് ഖുർആനും റമളാനും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമാണ് റമളാൻ എന്ന്. ഖുർആൻ റമളാൻ ചേർത്താ പറഞ്ഞത്. ഇനി കേട്ടോളൂ, ഖുർആന്റെ അവതരണവും പറഞ്ഞത് റമളാനിൽ എന്നാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിലാ ഖുർആന്റെ അവതരണം. ലൈലത്തുൽ ഖദ്ർ റമളാനിലാണ്. ഈ 2 പ്രകാശത്തെ എങ്ങനെ ചേർത്താ പറയാ? ഈ 2 പ്രകാശം നമ്മളിൽ നേരത്തെ തന്നു. ഈ വരാൻ പോകുന്ന 2 ഇരുട്ടുകൾ എന്ന് പറഞ്ഞല്ലോ, വരാൻ പോകുന്ന 2 ഇരുട്ടുകൾ നമ്മൾ അതിന് സാക്ഷിയാ മുഅ്മിനേ. ഖബറിലാണേൽ പോലും ഖിയാമത്തിന്റെ ഇരുട്ട് നമുക്ക് വന്നുകൂടുമേ. ഖബറിലാണേൽ പോലും ഖിയാമത്തിന്റെ ഇരുട്ട് നമുക്ക് വന്നുകൂടുമേ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. റമളാനിന്റെ 1ാമത്തെ രാവ് വന്നു കഴിഞ്ഞാൽ, പ്രിയമുള്ള സഹോദരിമാരെ, റമളാനിന്റെ 1ാമത്തെ രാവ് വന്നു കഴിഞ്ഞാൽ 5 സൗഭാഗ്യങ്ങൾ അല്ലാഹു നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഹദീസ് പറയുന്നുണ്ട്. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദുൽ ഹദീസ് പറയുന്നുണ്ട്. ഉഅതിയതു ഉമ്മത്തി ഖംസതു അസ്യാ ലം തുഅത ലിഅഹദിൻ ഖബ്ലഹും. മുമ്പും റമളാൻ ഉണ്ടായിട്ടുണ്ട്. പൂർവീകരായ സമൂഹങ്ങൾക്ക് റമളാൻ ഉണ്ടായിട്ടുണ്ട്. അവരോടൊക്കെ നോമ്പിന്റെ നിബന്ധന പറഞ്ഞ പോലെ തന്നെ നമ്മളോട് നോമ്പിന്റെ നിബന്ധന പറഞ്ഞിട്ടുണ്ട്. അവരോട് നോമ്പിന്റെ നിബന്ധന പറഞ്ഞതെന്താ? വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഹൃദയത്തിൽ തട്ടിയ അമലുകളല്ലാത്തൊരു അമലും അല്ലാഹുവിന് വേണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഈ സമൂഹത്തോട് മാത്രമല്ല, വേദഗ്രന്ഥങ്ങൾ കിട്ടിയ എല്ലാവരോടും അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. ഹൃദയത്തിൽ തട്ടിയതാ അല്ലാഹുവിന് വേണ്ടത്. ഹൃദയം നന്നാവാനാ നോമ്പുള്ളത്. നോമ്പിന്റെ ലക്ഷ്യം ലഅല്ലക്കും തത്തഖൂൻ. ഇതിന്റെ അകത്തേക്ക്, നെഞ്ചിന്റെ അകത്തേക്ക് ഒരു വെളിച്ചം കിട്ടാനാ. നെഞ്ചിന്റെ അകത്തേക്ക് വെളിച്ചം കിട്ടാനുള്ള നോമ്പാണോ ഇതുവരെ നമ്മൾ പിടിച്ചത്? എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഒരു നോമ്പ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഹൃദയത്തിന്റെ അകത്തേക്ക് വെളിച്ചം കിട്ടേണ്ട ഒരു നോമ്പാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ ഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ്. നിങ്ങൾ ഓരോരുത്തരും നോമ്പെടുക്കുന്ന പ്രഭാതം എത്തിക്കഴിഞ്ഞാൽ വായ കൊണ്ട് വൃത്തിയില്ലാത്ത ഒന്നും പറയല്ലേ. ഏത് കാലഘട്ടത്തിലാ ഇത് പറയുന്നതെന്ന് എനിക്കറിയാം. തമാശകളുടെ പിന്നാലെ മനുഷ്യൻ ആർത്തി പിടിച്ച് ഓടുന്ന കാലമാണ്. കോമഡിയോട് മനുഷ്യന്റെ കാതുകൾ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. എന്റെ പ്രിയമുള്ളവരെ, പണ്ടൊക്കെ സീരിയൽ മാമാങ്കത്തെ കുറിച്ച് പറയുമ്പോ കരച്ചിലാണെന്ന് പറഞ്ഞിരുന്നു. ഇന്നങ്ങനെയല്ല. നമ്മൾ കാണുന്ന റിയാലിറ്റി ഷോകൾ മുഴുവൻ കോമഡിയുമായി ബന്ധപ്പെട്ട് നിൽക്കുക. ആളുകൾക്ക് പോലും വഴുത് പറയുന്നോടത്ത് തമാശയില്ലെങ്കിൽ വഴുത് ഇഷ്ടമല്ല എന്ന് പറയാൻ സംഘാടകർ മുന്നോട്ട് വരുന്ന ഒരു കാലത്തിലാ നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ തമാശയോട് മനസ്സങ്ങ് അലിഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിൽ കേട്ടോ, നമ്മളൊരു തമാശ പറയാനും ഏത് സദസ്സിൽ ആരെയെങ്കിലും ഒരാളെയെങ്കിലും ചിരിപ്പിക്കാനും നാം ഓരോരുത്തരും മുന്നോട്ട് വരുന്നോടത്ത്
സെക്സിന്റെ ലാഞ്ചനയുള്ള വർത്തമാനം കോമഡിയായി തീരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ കണ്ണും കാതും കൽബും സമർപ്പിക്കുന്ന ഓരോ സദസ്സുകളാ നമ്മുടെ മുന്നിലുള്ളത്. ആ കാലഘട്ടത്തിലാ പറയുന്നത് പരിശുദ്ധ റമദാൻ നമുക്ക് തരുന്ന സംസ്കരണം ഹൃദയത്തിലാ. പരിശുദ്ധ റമദാൻ നമുക്ക് തരുന്ന സംസ്കരണം അല്ലാ എന്ന വിചാരം മനസ്സിൽ കൊണ്ടുവരാനാ. നിങ്ങളിൽ ഓരോരുത്തരും നോമ്പെടുക്കുന്ന പ്രഭാതം എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നാവ് കൊണ്ട് വൃത്തിയില്ലാത്തതൊന്നും പറയല്ലേ. നിങ്ങളുടെ നാവ് കൊണ്ട് അല്ല കൂലി തരൂല എന്ന് തോന്നുന്ന ഒരു വർത്തമാനവും പറയല്ലേ. നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹു കൂലി തരുമെന്ന് ഉറപ്പുള്ളത് മാത്രമേ പറയാവൂ. മാത്രവുമല്ല വലാ യസ്ഖബ്, ഉറക്കെ സംസാരിക്കല്ലേ. ഖാല റസൂലുള്ളാഹി. ഒരു വലിയ സയ്യിദ് അവറുകൾ, ഒരു വലിയ ഉസ്താദ് നമ്മുടെ ഇടയിലേക്ക് വന്നാൽ അതുവരെയുള്ള തമാശകളൊക്കെ മാറ്റും. നമ്മൾ ആദരിക്കുന്ന ഒരാൾ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ആള് കേൾക്കുമെന്ന് വെച്ച് നമ്മുടെ ശബ്ദം ഒന്ന് കുറയും. അതൊരു സ്വാഭാവികതയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, റമദാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് വലാ യസ്ഖബ്, റമദാൻ കൂടെയുള്ളതിന്റെ പേരിൽ നിങ്ങൾ നിയന്ത്രണമില്ലാതെ ഉറക്കെ സംസാരിക്കൽ പോലും അരുതെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ളടത്ത് ഗീബത്ത് പറയണ്ടെങ്കിൽ ഗീബത്ത് പറയല്ലേ എന്ന് പറയാൻ ഇനി ഒരു വഴല് വേണ്ട. പരദൂഷണവും മേഷണിയും ഫസാദും പറയുന്നതും കളവ് ലജ്ജയില്ലാതെ നാവിൻ തുമ്പിൽ ഉമിനീരിനോടുകൂടെ ഊർന്നിറങ്ങുന്ന മനുഷ്യന്റെ നിർലജ്ജത നൃത്തമാടുന്ന കോമഡി വർത്തമാനങ്ങളും അരുതെന്ന് പറയാൻ റമദാനിന്റെ ഈ മഹത്വം അറിഞ്ഞ ഒരാളുടെ മുന്നിൽ ഇനി വേറൊരു വഴല് വേണ്ട. നിങ്ങൾ അത്രയും സൂക്ഷിക്കണം. ഉറക്ക വർത്തമാനം പറയൽ പോലും, തമാശ പറഞ്ഞ ആർത്തട്ടഹസിച്ച് ചിരിക്കുന്ന ആ കോപ്രായങ്ങൾ മുഴുവനും റമദാൻ മാസത്തെ മാനിച്ചുകൊണ്ട് നിങ്ങൾ മാറ്റിവെക്കണമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ആദരിക്കേണ്ട ഒരു മാസം നമ്മളിലേക്ക് കടന്നു വരാ. പുണ്യനബി പഠിപ്പിച്ചു, ആദ്യത്തെ രാത്രി എത്തിക്കഴിയുമ്പോൾ ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, റമളാനിന്റെ ഒന്നാമത്തെ രാവ് വന്നു കഴിഞ്ഞാൽ സുഫിദത്തിശ് ശയാത്തീനു വമറദത്തുൽ ജിന്നി, കുസൃതി കുട്ടന്മാരായ ജിന്നുകളെയും മനുഷ്യനെ വഴിപിഴപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് ആർത്തട്ടഹസിച്ച് ഉതിർത്തെഴുന്നേറ്റ് പോകുന്നതായ പിശാചുക്കളെയും ഇബ്ലീസിന്റെ മുന്നിൽ ശപഥം ചെയ്തു വന്ന ഏത് പിശാചിനെയും മനുഷ്യനെ ഞാൻ പിഴപ്പിച്ചേ വരൂ എന്ന് പറഞ്ഞു പോരുന്ന ഏത് പിശാചിനെയും റമദാനിനെ മാനിച്ചുകൊണ്ട് അല്ലാഹു കെട്ടിയിട്ടു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്നിട്ടും മനുഷ്യ ഞാനും നിങ്ങളും തെറ്റ് ചെയ്യുന്നു, എന്നിട്ടും മനുഷ്യ ഞാനും നിങ്ങളും തെറ്റ് ചെയ്യുന്നുവോ? എന്താ അതിന്റെ അർത്ഥം? ഞാനൊന്ന് പറയട്ടെ. ഇടച്ചിലുള്ള ആരോടും ഇണങ്ങാത്ത ഒരു മുരിയെ, ഒരു പോത്തിനെ, ഒരു കാളയെ ഒരാൾ കെട്ടിയിട്ടാൽ പിന്നെ അത് ഉപദ്രവിക്കണമെങ്കിൽ, നമ്മെ അത് ശല്യം ചെയ്യണമെങ്കിൽ അതിനെ കെട്ടിയിട്ടോടത്ത് തന്നെ നമ്മൾ ഉണ്ടായാലാ, അതിനെ കെട്ടിയിട്ട ആലയത്തിൽ തന്നെ നമ്മൾ ഉണ്ടായാലാ അതിന്റെ ഉപദ്രവം നമുക്ക് ഏൽക്കൂ. അതിനെ കെട്ടിയിട്ടോടത്ത് നിന്ന് നമ്മൾ അകലെയാണെങ്കിൽ അത് നമ്മെ ഉപദ്രവിക്കൂല. അല്ലാഹു പിശാചിനെ കെട്ടിയിട്ട അതേ ആലയത്തിൽ തന്നെ പിശാചിനോളം നമ്മളും എത്തിയത് കൊണ്ട് നമ്മളെയും അവിടെ കെട്ടിയിട്ടിരിക്കാ. അതുകൊണ്ടാ റമദാനിൽ തെറ്റ്, അതുകൊണ്ടാണ് റമദാനിൽ ഒരാൾ തെറ്റ് ചെയ്യുന്നത്. റമദാനിൽ ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവന് ഖസ്വത്തുൽ ഖൽബ് വരുമെന്ന് മഹാന്മാര് പറയാ. ആ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇനി ഒരിക്കലും അല്ലാഹ് എന്ന വിചാരം കടന്നു വരൽ പ്രയാസമാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒന്നാമത്തെ രാവ് വന്നു കഴിഞ്ഞാൽ പിശാചിനെ കെട്ടിയിടപ്പെടുന്നു. പിന്നെയോ നന്മ ചെയ്യാൻ മുന്നോട്ട് വരുന്ന ആള്, ഉസ്താദേ എനിക്ക് അക്ഷരം തിരിയൂല, എന്നാലും ഞാൻ മെല്ലെ മെല്ലെ സൂറത്ത് യാസീൻ ഓതുന്നുണ്ട്. ഈ അടുത്ത ദിവസം ഒരാൾ എന്നെ ആലപ്പുഴ ജില്ലയിൽ നിന്നും വിളിച്ചു. എന്നോട് പറഞ്ഞു മോന്റെ പ്രഭാഷണങ്ങൾ വല്ലപ്പോഴൊക്കെ കേട്ടുകൊണ്ടിരുന്നതാ, സ്ഥിരമായി കേൾക്കാറുണ്ട്. എന്നാൽ ഞാനൊരു സന്തോഷം പറയട്ടെ, ഖുർആൻ നോക്കി ഓതാൻ അറിയാത്ത ആളായിരുന്നു ഞാൻ. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു ജുസ് ഞാൻ ഇന്ന് മനഃപ്പാഠമാണെന്ന് പറയാ.
അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു ജുസ് മനപ്പാഠമാണെന്ന് പറയാൻ, അതിന് പ്രചോദനമീയുള്ളവനാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പൊട്ടിക്കരഞ്ഞോണം പറയുന്ന ഒരാളുടെ വാക്കുകൾ കേട്ട് ഞാൻ എത്ര ചെറുതായി പോയെന്നറിയുമോ സഹോദരാ? അള്ളാഹുവിന്റെ ഖുർആനിനോട് നമുക്കൊരു സ്നേഹം തോന്നി. നമ്മൾ അതൊന്ന് എടുത്ത് പഠിക്കാൻ, ഒരു വരിയെങ്കിലും അത് ഓതാൻ ഈ പുണ്യമാക്കപ്പെട്ട റമദാനിൽ ഉസ്താദിന്റെ സഹായം എനിക്കുണ്ടാകുമല്ലോ. ആരോടെങ്കിലും ഒന്ന് ചോദിക്കാമല്ലോ. ഒന്നുമല്ലെങ്കിലും അതിന്റെ തങ്കലിപികളിലേക്ക് കണ്ണ് ചിമ്മാതെ നോക്കി നിന്നുകൊണ്ട് പുണ്യം നുകരാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ പരിശുദ്ധ ഖുർആൻ എടുത്ത് കയ്യിലേന്തി കഴിഞ്ഞാൽ ആ സമയത്ത് അള്ളാഹുവിന്റെ ആകാശലോകത്ത് നിന്നും മഹാനായ ഒരു മലക്ക് വിളിച്ചു പറയുമത്രേ, യാ ബാഗിയൽ ഖൈർ, ഓ നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, അഖ്ബിൽ അഖ്ബിൽ അഖ്ബിൽ, നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് സ്വാഗതം, മുന്നോട്ട് പോരൂ, മുന്നോട്ട് പോരൂ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമെന്ന് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ്. നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയാ റമദാൻ മനുഷ്യനെങ്ങനെ നന്നാക്കാണ്. ഹൃദയം നന്നാവാൻ വേണ്ടി നോമ്പ്. ഹൃദയം നന്നാവണം, ഉദരം നന്നാവണം, ശരീരം നന്നാവണം. കൊളസ്ട്രോൾ പെരുന്നാളിന്റെ അന്ന് നോമ്പിന്റെ തലേന്നുണ്ടായതിനേക്കാൾ കൂടുതലാകുന്നു, തൂക്കം കൂടുന്നു. സഹോദരിമാര് റമദാനിൽ ഭക്ഷണം വെക്കൽ ഇല്ല, എന്നാലും പട്ടിണി കിടക്കണ മാസത്തിൽ ഏറ്റവും കൂടുതൽ അടുക്കളയിൽ സമയം ചെലവ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ഭക്ഷണ വിപണി സജീവമാകുന്നു, അല്ലേ? ഫ്രിഡ്ജിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കയറ്റി വെക്കപ്പെടുന്നു. പലചരക്ക് കടയിൽ ബില്ല് കുത്തനെ കൂടുന്നു. പട്ടിണി കിടക്കേണ്ട പരിശുദ്ധ മാസം റമദാൻ. ഇഫ്താർ ആഘോഷമായിരിക്കും. സെലിബ്രേഷൻ മനുഷ്യനിൽ മതപരിധി പോലും ഇല്ലാതെ എല്ലാത്തിലും. നോമ്പും ആഘോഷമാണ്. ആഘോഷങ്ങൾക്ക് മനുഷ്യന് യാതൊരുവിധ വിവേകവും ഇല്ലാതെ അലഞ്ഞു നടക്കുന്നോടത്ത് നമ്മുടെ റമദാനെ നശിപ്പിച്ചു കളയരുത്. നോമ്പ് തുറ, ഇഫ്താർ സംഗമങ്ങൾ ആഘോഷങ്ങളായി മാറാം. ഹൃദയത്തിന്റെ വിശുദ്ധിയിലേക്കാണോ എന്റെ ഈ ചിരി? ഇതുകൊണ്ട് എനിക്ക് കൂലി കിട്ടോ? എന്റെ ഈ വർത്തമാനം, ഞാൻ അവിടെ പോയിരുന്നാൽ എനിക്ക് കൂലി കിട്ടുമോ? ഞാൻ ആ കേൾക്കൽ, എന്റെ ഇരിപ്പ്, എന്റെ നടത്തം, ഞാൻ ഈ കാണുന്നത്, ഞാൻ ഈ പറയുന്നത്, ഞാൻ പങ്കെടുക്കുന്നത്, ഏതിനാണ് അള്ളാഹു കൂലി തരുന്നതെന്ന് വിവേകിച്ച് അറിയാനുള്ള മനസ്സിന്റെ കരുത്ത് നമുക്ക് കിട്ടിയെങ്കിൽ ലഅല്ലക്കും തത്തഖൂൻ, നോമ്പ് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹൃദയം നന്നാവാനാ അള്ളാഹ് കൂലി തരണമെന്ന് വിചാരിച്ച നവാദിറുൽ ഖൽയൂബിൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം കാണാം. മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ വളരെ വിരളമായി കണ്ടിട്ടുള്ള ഒരു പോരാട്ടം, ഒരു യുദ്ധക്കളത്തിൽ വെച്ചുകൊണ്ട് തന്റെ പ്രതിയോഗിയോട് മല്ലടിക്കുകയാണ്. സത്യത്തിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധപാടവത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നേതാവും മറുപക്ഷത്തിന്റെ നേതാവും നേർക്ക് നേർ പോരാടുന്ന ഒരു ഘട്ടം. ചടുലമായ യുദ്ധത്തിന്റെ ചുവടുവെപ്പുകളുടെ സൗന്ദര്യത്തിൽ കൂടെയുള്ള അണികൾ മുഴുവനും ആയുധം മാറ്റിവെച്ച് നിശ്ചലരായി നോക്കി നിൽക്കുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ അരങ്ങേറ്റം കുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തെ ചരിത്ര പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയാണ്. ഉയരം കുറഞ്ഞ സത്യത്തിന്റെ പക്ഷത്തിന്റെ നേതാവ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ആകാര സവിഷ്ടവുമുള്ള നല്ല പൊക്കമുള്ള ശത്രുപക്ഷത്തിന്റെ നേതാവിനോട് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് നോക്കി നിൽക്കുമ്പോൾ, രണ്ടുപേരുടെയും ആയുധങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ, തീ പാറുമ്പോൾ, ചിൽച്ചിൽ ശബ്ദം പുറപ്പെടുമ്പോൾ, പൊടിപടലങ്ങൾ പാറിപ്പടർന്നു നിൽക്കുന്ന അവസ്ഥയിലതാ ഏതോ ഒരാളുടെ ആയുധം മുകളിലേക്ക് ഉയർന്നു പോവുകയാ. ആരുടേതെന്നറിയാൻ ആയുധമുയർന്ന പോലെ എല്ലാവരുടെയും കണ്ണിന്റെ ഇമകൾ ഉയർന്നു. എല്ലാവരും നിശബ്ദതയോടെ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ജിജ്ഞാസയോടെ എന്ത് സംഭവിക്കുമെന്നറിയാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ, പൊടിപടലങ്ങൾ പാറിപ്പടർന്നു നിൽക്കുന്ന അടർക്കളത്തിന്റെ ആ കാണുന്ന അവസ്ഥയിൽ മഹാനായ അലിയാർ തങ്ങള് ഉയർത്തിപ്പിടിച്ച വാളുമായി പറന്നു വന്നുകൊണ്ട് മുട്ടുകാലുകൊണ്ടിടിച്ച് ശത്രുപക്ഷത്തിന്റെ നേതാവിന്റെ നെഞ്ചകത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. അയാൾ മലർന്നു വീണു. അലിയാർ തങ്ങൾ അയാളെ കൊല്ലാൻ വേണ്ടി ആയുധം എങ്ങനെ ഉയർത്തി.
അലിയാര് തങ്ങൾ ആയുധമുയർത്തി പിടികൂടി നെഞ്ചിലിരുന്നതിൽ പിന്നീട് കൊല്ലാതെ വന്ന അലിയുന അവരോട് ചോദിച്ചു, എന്താ തങ്ങളെ വല്ലാതെ എഴുന്നേറ്റ് പോരാൻ കാരണം കൊല്ലാതെ? ഇപ്പോൾ അവിടെ ഒരാളെ വധിക്കുമെന്ന രീതിയിലേക്ക് എല്ലാവരും കണ്ണിറുക്കി പിടിച്ചിരിക്കാം. ഇപ്പോൾ അവിടെ ഒരാളുടെ ആർത്തട്ടഹസിച്ചുള്ള പൊട്ടിക്കരച്ചില് കേൾക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമ്പോ യുദ്ധപാടവത്തിലേറെ മുന്നിൽ നിൽക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് നിരാശനായി ആയുധം വലിച്ചെറിഞ്ഞ് പിണങ്ങി മാറി നിൽക്കുന്ന അവസ്ഥ കണ്ടപ്പോ തന്റെ പ്രിയപ്പെട്ട ശത്രു സമൂഹത്തിന്റെ നേതൃത്വത്തിലുള്ള ആ സഹോദരൻ സുഹൃത്ത് കയ്യിൽ വന്നുകൊണ്ട് അണച്ചു പിടിക്കുമ്പോൾ, ആ കൈത്തണ്ടുകളിലേക്ക് ചുടുചുംബനം കൊടുക്കുമ്പോ ഒരു അത്ഭുതം സംഭവിച്ച അടർക്കളത്തിന്റെ പരമമായ രഹസ്യം അറിയാൻ വേണ്ടിയിട്ട് സ്വഹാബത്ത് അലിയാർ തങ്ങളുടെ അടുക്കലേക്ക് ഓടി വന്ന് വട്ടമിട്ടുകൊണ്ട് ചോദിക്കുമ്പോൾ അലിയാർ തങ്ങൾ പറയാണ്, കൊല്ലാൻ വേണ്ടി ആയുധം ഉയർത്തി പിടിച്ചിട്ട് കൊല്ലാതെ എഴുന്നേറ്റ് വന്ന അലിയാർ തങ്ങൾ പറയാണ്, ഞാൻ കൊല്ലണമെന്ന് വിചാരിച്ച് തന്നെയാ ഞാൻ യുദ്ധക്കളത്തിൽ വന്നത്. ഞാൻ കൊല്ലണമെന്ന് വിചാരിച്ച് തന്നെയാ എന്റെ ശത്രുപക്ഷത്തിന്റെ നേതാവിനെ മലർത്തിയടിച്ചത്. ഞാൻ കൊല്ലുമെന്ന പ്രതീക്ഷയോട് കൂടെ തന്നെയാ അയാളുടെ നെഞ്ചകം പിളർത്താൻ ഞാൻ തിളങ്ങുന്ന ആയുധം ഉയർത്തിപ്പിടിച്ചത്. പക്ഷേ അടിപെട്ട് വീണവൻ എൻ മുഖത്തൊരു തുപ്പ്. അപ്പോൾ എനിക്കവനോട് വന്നു വെറുപ്പ്. അപ്പോൾ വധിച്ചാൽ എന്റെ ദേഷ്യം അടക്കലായി, അല്ലാഹുവിനല്ലാതെ ഞാൻ കൊല ചെയ്യലായി. ഞാനാരെയും എനിക്കായി വധിച്ചിട്ടില്ല, ലില്ലാഹിക്കല്ലാതൊരു വധം എനിക്കില്ല. അവിടെയാണ് അമലുകളുടെ ബോധ്യപ്പെടുത്തലുകൾ. അവിടെയാണ് അമലുകളുടെ ബോധ്യപ്പെടുത്തലുകൾ. നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ നമുക്കൊരു സന്തോഷം വേണം മുഅ്മിനെ. ഒരു നോമ്പുകാരന്റെ നോമ്പ് അല്ലാഹു കബൂലാക്കുമോ എന്ന പ്രതീക്ഷ, അല്ലാഹു കബൂലാക്കാനുള്ള എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നേരം പുലർന്ന നേരം മുതൽക്ക് അവൻ പകലന്തിയോളം പട്ടിണി കിടന്നുകൊണ്ട് തൽക്കാലം ഉദരത്തിന്റെ വിശപ്പ് മാറ്റാൻ മഗ്‌രിബിന്റെ വാങ്ക് വിളിക്കുമ്പോൾ ഭക്ഷണത്തോടവൻ ബന്ധപ്പെടേണ്ടി വരുന്നു. ഭക്ഷണം ഹലാലാകുന്നു. എന്നാൽ മറ്റുള്ള കാര്യങ്ങളിൽ ഒരു മനുഷ്യനെ പാലിക്കാൻ പറഞ്ഞിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ, ഭക്ഷണവും ശാരീരിക ഇച്ഛകളോടുള്ളതായ ശാരീരികമായ ആവശ്യങ്ങൾ, ലൈംഗിക ആവശ്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പകലിൽ സൂക്ഷിക്കാൻ പറഞ്ഞ പല കാര്യങ്ങളും രാത്രിയിലും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഉദരത്തിന്റെയും ലൈംഗിക ആവശ്യങ്ങളുടെയും നോമ്പിന് തൽക്കാലം മഗ്‌രിബിന് വിരാമമിട്ടാലും മറ്റു പല നിലക്കുള്ള നോമ്പുകളുടെ അവസ്ഥയുണ്ടല്ലോ, ആ അച്ചടക്കത്തിന്റെ അവസ്ഥയുണ്ടല്ലോ, ആ ആദരണീയ പൈതൃകത്തിന്റെ സ്വഭാവമുണ്ടല്ലോ, റമദാന്റെ നോമ്പ് കൊണ്ട് കിട്ടേണ്ട സംസ്കാരത്തിന്റെ ഏറ്റവും ചടുലമായ അവസ്ഥയുണ്ടല്ലോ, അതിനൊന്നും വിരാമമില്ല. ഗീബത്ത് പറയലിന് അനുവാദമില്ല, നമീമത്ത് പറയലിന് അനുവാദമില്ല. റമദാനിനെ മാനിച്ചുകൊണ്ട് നാം പാലിക്കണമെന്ന് പറഞ്ഞ അച്ചടക്കത്തിന് മാറ്റിവെക്കലില്ല. അതെല്ലാം നിലനിർത്തിക്കൊണ്ടൊരു മനുഷ്യൻ റമദാനിന്റെ നോമ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് മുഖേന അവന് കിട്ടേണ്ടതല്ല ലഅല്ലക്കും തത്തഖൂൻ, ഒരു സന്തോഷമാ. എന്റെ നോമ്പ് അല്ലാഹ് സ്വീകരിച്ചല്ലോ, എന്റെ നോമ്പിലെ ഇന്നത്തെ ദിവസം ഒരു തെറ്റും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹുവേ, ഞാൻ ഇന്ന് നോമ്പെടുത്തതിന്റെ പേരിൽ എനിക്ക് ഒരുപാട് ഖുർആൻ ഓതാൻ കഴിഞ്ഞല്ലോ. അല്ലാഹുവേ, ഞാൻ ഇന്ന് നോമ്പെടുത്തതിന്റെ പേരിൽ ഇന്ന് എനിക്ക് ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ പറ്റിയല്ലോ. അല്ലാഹുവേ, ഞാൻ ഇന്ന് നോമ്പെടുത്തതിന്റെ പേരിലാ അവിടെ വഴക്ക് നടക്കുമ്പോൾ നോമ്പിനെ സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോവാതിരുന്നത് സന്തോഷമുണ്ടല്ലോ. അല്ലാഹുവേ, ഞാൻ നോമ്പെടുത്തതിന്റെ പേരിലാ പള്ളിയിൽ വന്ന് ഇല്ലായ്മ പറഞ്ഞുകൊണ്ടൊരു പാവപ്പെട്ടവൻ കൈത്തണ്ട് നിവർത്തിയിട്ട് സഹായം ചോദിച്ചപ്പോ എന്റെ പോക്കറ്റിൽ ഒന്നും ഇല്ലാഞ്ഞിട്ടും ഞാൻ എന്റെ പോക്കറ്റിൽ തടവിയിട്ട് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നുവെന്ന ആർദ്ര മനോഭാവത്തോടുകൂടെ ഞാൻ അവന്റെ മുന്നിൽ പുഞ്ചിരിച്ചപ്പോ എനിക്ക് സ്വതക്കയുടെ കൂലി കിട്ടിയല്ലോ. അല്ലാഹുവേ, എനിക്ക് നോമ്പുണ്ടായതിന്റെ പേരിലല്ലേ എന്റെ നോമ്പിന് തിളക്കമുണ്ടാവാൻ പാതിരാവിലും ഞാൻ തറാവീഹിനും തഹജ്ജുദിനും വേണ്ടി സമയം മാറ്റിവെച്ചല്ലോ. ഒരു സന്തോഷം, ആ സന്തോഷാണ് നോമ്പ് കബൂലായതിന്റെ അടയാളമെന്ന് മുഹമ്മദ് മുസ്തഫ
സ്വഹീഹുൽ ബുഖാരി ലിസ്സായിമി ഫറഹതാൻ യഫ്റഹു ബിഹിമാ എന്ന് ഖാല റസൂലുള്ളാഹി. ഇദാ അഫ്തറ ഫരിഹ ബിഫിത്രിഹി, നോമ്പ് തുറക്കുമ്പോഴാ ഒന്നാമത്തെ സന്തോഷം. അതെപ്പോഴാ? എന്റെ നോമ്പ് അല്ലാഹ് കബൂലാക്കി. അല്ലാഹ് അൽഹംദുലില്ലാഹ്, സുബഹി മുതൽക്ക് ഞാൻ ഒരു തെറ്റും പറഞ്ഞിട്ടില്ല എന്റെ വായ കൊണ്ട്. സുബഹി മുതൽക്ക് ഞാൻ ഒരു ഹറാമും കണ്ടിട്ടില്ല. സുബഹി മുതൽക്ക് ഞാൻ ഒരു കൊള്ളില്ലാത്ത കൂട്ടിലും പോയിട്ടില്ല. അരുതായ്മകളൊന്നും എന്നിൽ സംഭവിച്ചിട്ടില്ല. എനിക്ക് എന്നെ സൂക്ഷിക്കാൻ കഴിഞ്ഞു. ഒരു സന്തോഷമുണ്ടല്ലോ. ഇന്നത്തെ ഒരു നോമ്പ് നീ സ്വീകരിച്ചാൽ, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹു എനിക്ക് കൂലി തരുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന വിധം, അല്ലാഹു എന്റെ അമൽ പാഴാക്കൂല എന്ന് ഉറപ്പ് പറയാൻ കഴിയും വിധം നോമ്പായി നമുക്ക് ഒരു നോമ്പെടുക്കാൻ കഴിഞ്ഞാൽ, ഞാൻ ഇന്നത്തെ നോമ്പ് കൊണ്ട് പരാജയപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയും വിധം ഒരു തെറ്റും ചെയ്യാതെ നല്ലോണം ഒരൊറ്റ നോമ്പെടുത്തു കഴിഞ്ഞാൽ, ആ ഒരൊറ്റ നോമ്പിന് അല്ലാഹു കൊടുക്കുന്ന കൂലി കേട്ടോളൂ. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഇല്ലാ ബഅദല്ലാഹു നഫ്സഹു അനിൻ നാരി 70 ഖരീഫാ, അവന്റെ ശരീരത്തെ അല്ലാഹു നരകത്തിൽ നിന്നും അകറ്റി നിർത്തും. സ്വർഗത്തിലായി ഇപ്പോൾ ഉള്ളത്. ആ ശരീരം ഒരൊറ്റ നോമ്പ് കൊണ്ട് സ്വർഗം പ്രാപിച്ചു. ഇപ്പോൾ ആ ശരീരം നിൽക്കുന്ന താമസിക്കുന്ന സ്വർഗത്തിന്റെ കൊട്ടാരം വിട്ട് നരകത്തിലേക്കുള്ള അകലം എത്രയെന്നറിയുമോ? 70 വർഷം സഞ്ചരിക്കണം. 70 വർഷത്തെ വഴി ദൂരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ നോമ്പ് കബൂലായാൽ മതി. ഒറ്റ നോമ്പ് കബൂലായാൽ ആ മനുഷ്യന്റെ പദവി എത്രയാ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നോമ്പിന് ചില പരിശ്രമങ്ങൾ. ഒന്നാമത്തെ രാവ് വരുമ്പോ തന്നെ മുമ്പൊരു സമുദായത്തിനും കൊടുക്കാത്ത ആനുകൂല്യത്തിന്റെ 5 കവാടങ്ങൾ അല്ലാഹു നമ്മുടെ നേരെ തുറക്ക. 5 സൗഭാഗ്യങ്ങൾ അല്ലാഹു 5 നമുക്ക് തരട്ടെ. റമദാൻ മാസം മുമ്പ് സമൂഹങ്ങൾക്കുണ്ടായിട്ട് അവർക്കാർക്കും കിട്ടാത്ത ആ സൗഭാഗ്യ കൂമ്പാരങ്ങൾ അല്ലാഹു 5 പ്രത്യേകം വെച്ചിട്ടുണ്ട്. ശുഅബുൽ ഈമാനിൽ ഇമാം ബൈഹഖി രേഖപ്പെടുത്തുന്നു ഹദീസ്. മഹാനായ ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ രേഖപ്പെടുത്തുന്നു. 5 സൗഭാഗ്യങ്ങൾ ഒരു നോമ്പുകാരനെ കാത്തിരിക്കുക. കേട്ടോളൂ. ഒന്നാമത്തേത്, അൽ-അവ്വലു ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാന യൻദുറുല്ലാഹു ഇലൈഹിം ബിർറഹ്മാ. ഒന്നാമത്തെ രാവ് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ സ്നേഹത്തിന്റെ ഒരു നോട്ടമുണ്ട്. അല്ലാഹുവിന്റെ സ്നേഹത്തിന്റെ ഒരു നോട്ടമുണ്ട്. ആ നോട്ടം കിട്ടിയാൽ വമൻ നളറല്ലാഹു ഇലൈഹി ബിർറഹ്മാ ലാ യുഅദ്ദിബുഹു ബഅദഹു അബദാ. ആ ഒരു നോട്ടം കിട്ടിയാൽ മതി, ഒരിക്കലും അവനൊരു ശിക്ഷയും വരൂല. ആ ഒരു നോട്ടം കിട്ടിയാൽ അവന്റെ ഖബറിൽ ശിക്ഷയില്ല. ആ നോട്ടം കിട്ടിയാൽ അവന് ഖബറിൽ ശിക്ഷയില്ല. ഹിസാബിന്റെ നേരത്ത് അവൻ ഇടങ്ങേറാവലില്ല. ആ ഒരു നോട്ടം കിട്ടിയാൽ ചിരിക്കാത്ത മുഖത്തോടുകൂടെ വന്നുകൊണ്ട് ഖബറിന്റെ ഇരുട്ടിന്റെ കൊഹരങ്ങളിൽ നിന്നോ മഹാന്മാരായ മലക്കുകൾ ആരടാ നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ ധൈര്യസമേതം മറുപടി പറയാൻ റമളാനിന്റെ ഒന്നാമത്തെ രാവിൽ അല്ലാഹു നോക്കുന്ന സ്നേഹത്തിന്റെ നോട്ടം കിട്ടിയവന് കഴിയുമെന്ന് ഞാനല്ല പറഞ്ഞത്, നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു നോട്ടമുണ്ട്. അങ്ങനെ ആ നോട്ടം നമ്മൾ നോക്കാറുണ്ടോ? ആ നോട്ടം നമ്മൾ നോക്കാറുണ്ട്. 8 വയസ്സുള്ള ഒരു മോള് നമുക്കുണ്ടെന്ന് വെക്കാം, 5 വയസ്സുള്ള ഒരു മോനുണ്ടെന്ന് വെക്കാം. എന്തെങ്കിലും ഒരു കുസൃതി കാണിച്ചു, ഒരു അടി കൊടുക്കണം നമ്മൾ തീരുമാനിച്ചു. നമുക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോഴുണ്ട് നമ്മൾ അടിക്കണമെന്ന് വെച്ച് വന്നപ്പോ ആ കുഞ്ഞ് നമ്മളോട് സോറി പറഞ്ഞിട്ട് നമ്മെ ഒന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വടി പൊങ്ങൂല. നമുക്ക് ആ കുഞ്ഞിനോട് തോന്നുന്ന ഒരു അലിവ്. നമ്മളിപ്പോ എവിടേക്ക് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു, കുട്ടി വികൃതി കാണിച്ചു, കുസൃതി കാണിച്ചു, തല്ലാൻ നേരം കിട്ടില്ല, വന്നിട്ട് തരാന്ന് വെച്ചു. നല്ല ദേഷ്യത്തിൽ നമ്മൾ അങ്ങോട്ട് പോയി. തിരിച്ചു വന്നപ്പോ കുട്ടിയെ തല്ലാമെന്ന് തീരുമാനിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോ ഭാര്യ പറഞ്ഞു കുട്ടി ഉറങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഒരു സ്നേഹം തോന്നി ഉള്ളില്.
ദേ ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി മോൻ എടുത്തു വെച്ചതാ, മോൾ എടുത്തു വെച്ചതാ, 5 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ്. എന്താ ആ കുട്ടിക്ക് കിട്ടിയ ഒരു ചോക്ലേറ്റിന്റെ ഒരു കഷ്ണം കഴിച്ച് ബാക്കി വാപ്പ വരുമ്പോ കൊടുക്കാൻ വേണ്ടിട്ട് എടുത്ത് മാറ്റി വെച്ചു. അതങ്ങനെ ആ കിടക്കണോടത്ത് തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാ എനിക്ക് വേണ്ടി എന്റെ മോൾ എടുത്ത് വെച്ചു എന്ന് കണ്ട ആ കുഞ്ഞിനോട് ഒരു അലിവിന്റെ ഒരു നോട്ടമുണ്ട്. ആ സമയത്ത് അവിടെ ഇരിക്കും ആ കുഞ്ഞ് കിടക്കണോടത്ത്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ തലോടും. നിങ്ങളുടെ ഇരിപ്പ് കണ്ടു വേണ്ടി തോന്നുന്നു, നിങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നലില്ല എന്ന്. കുട്ടികളോട് സ്നേഹം തോന്നിയില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനത്തെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുമ്പോൾ ഇടത്തെ തോളിൽ ഹസൻ റളിയല്ലാഹു അൻഹു, വലത്തെ തോളിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. കുട്ടികൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒരാള് ചെവിയെ പിടിച്ചു വലിക്കണു, മറ്റേ ആള് മൂക്കെ പിടിച്ചു കുലുക്കണു, ഒരാൾ അപ്പം ഒരു കൈ കൊണ്ട് വായിൽ കൈയിട്ടിട്ട് റസൂലുള്ളാഹിയുടെ വായിൽ കൈയിട്ട് കുത്തുന്നു. കുട്ടികൾ ഇങ്ങനെ ഗീറ് മാറല്, ക്ലച്ച് ചവിട്ടല്. ആരുടെ തലയില? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴുണ്ട് അസ്ർ നിസ്കരിക്കാനാ വരുന്നത്. വഴിയുടെ മറ്റേ തലക്കേന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നില്ല. മഹാനവറുകൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പിള്ളേര് കയറിയിരുന്ന് ഈ കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടല്ലോ, മൂപ്പര് കർക്കശ കണിശിത സ്വഭാവക്കാരനാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ഒന്ന് പറയാതെ പോകാനും പറ്റണില്ല. പക്ഷെ റസൂലുള്ളാഹി ചിരിക്കുക, ആസ്വദിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിഅമത്തുൽ മത്തിയത്തു ഹാദിഹി. ഒരുപാട് വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് വാഹനം ഞാൻ കണ്ടിട്ടുണ്ട്, ഏറ്റവും നല്ല വാഹനം ഇതാ എന്ന് പറഞ്ഞിട്ട് സയ്യിദുനാ ഉമർ. കാരണം ഇത്രയും ഗീറും ക്ലച്ചും ഒരേ സമയം 2 ഗീറൊക്കെ മാറാൻ പറ്റുന്ന വണ്ടി ഇത് മാത്രമേ ഉള്ളൂ. അതിന് നിന്ന് കൊടുക്കാണേ. അങ്ങനെയാണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ച് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുന്ന നേരത്ത് അഖ്റ ഇബ്നു ഹാബിസ് തൊട്ടടുത്തുണ്ട്. അയാൾ പറഞ്ഞു, 10 ആമ്പിള്ളേരെ എനിക്കുണ്ട്, ഒറ്റെണ്ണത്തിന് ഞാൻ ഇന്നുവരെ ഉമ്മ വെച്ചിട്ടില്ല നബി എന്ന് പറഞ്ഞു. ആകാശത്തിൽ നിന്ന് നിനക്ക് മലക്കിന്റെ പ്രാർത്ഥന നിഷേധിക്കപ്പെട്ടു, ഭൂമിയിൽ കുഞ്ഞുങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞിനോട് അലിവ് തോന്നും, സ്നേഹം തോന്നും. ആ കുഞ്ഞ് എടുത്തു വെച്ച ചോക്ലേറ്റ് എത്ര ഷുഗർ ഉണ്ടെങ്കിലും ഒരു കടി നമ്മൾ അതിൽ കടിച്ചിരിക്കും. ആ കുഞ്ഞെടുത്തു വെച്ച ആ മിഠായി കഷ്ണം നമ്മൾ വൈകുന്നേരം ശകാരിക്കാൻ സമയം കിട്ടാനിട്ട് വരുമ്പോൾ അതിന്റെ പ്രതികാരം തീർക്കാമെന്ന് വെച്ച് പോയ ആ കുഞ്ഞിളം പ്രായക്കാരന്റെ കിളിനാദത്തോട് തോന്നിയ വിരോധം, ആ കുഞ്ഞ് കാണിച്ച സ്നേഹപ്രകടന പരതയിൽ നമ്മൾ മറന്നുപോകും. അലിവിന്റെ ഒരു നോട്ടമുണ്ട്. ആ നോട്ടം ഒരു സൃഷ്ടിയോട് നോക്കുന്ന നോട്ടമല്ല, സൃഷ്ടാവായ തമ്പുരാൻ അവന്റെ സൃഷ്ടിയോട് നോക്കുന്ന നോട്ടം. കാരണം എന്തേ? കരുണയെ അവൻ 100ആക്കിയിട്ട് ആ കരുണയുടെ ഒരു അംശം മാത്രമാ ആകാശത്തിന്റെ ചുവട്ടിലേക്ക് അവൻ കൊടുത്തിട്ടുള്ളൂ. 99 അവിടെയാ. ഭൂമിയിലേക്ക് കൊടുത്ത ആ കരുണയുടെ അംശത്തിൽ നിന്നും സർവ സൃഷ്ടികളും എത്ര കടിച്ചമർത്തേണ്ട വേദനയിലും കടിച്ചമർത്തിയിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞ പെണ്ണ് വേദന കൊണ്ട് പുളയുമ്പോ ആ ശരീരത്തിൽ ഒരിക്കൽ മാത്രം പുറത്തു വരുന്ന ആ വിയർപ്പ് അന്ന് വന്നപ്പോ ആ ശരീരത്തിന്റെ ആന്തരികാവയവങ്ങളുടെ ഗ്രന്ഥിരസങ്ങൾ മുഴുവൻ അന്ന് മാത്രം വരുന്ന ഗ്രന്ഥികൾ, അന്ന് മാത്രം പുറത്തു വരുന്ന ഗ്രന്ഥിരസങ്ങൾ അന്ന് വന്നപ്പോൾ പ്രസവം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ മരണത്തോടടുത്ത വേദന, മരണവേദനയോടടുത്ത വേദനയെ സഹിച്ചുകൊണ്ടൊരു പെണ്ണൊരു കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ വേദനിച്ച് കരഞ്ഞവളുടെ കരച്ചിൽ നിന്നുപോയത് വേദനിക്കാതെ കരഞ്ഞുകൊണ്ട് പുറത്തു വന്ന ആ കുഞ്ഞിളം പ്രായക്കാരന്റെ കിളിനാദത്തിന്റെ മാസ്മരികമായ ശബ്ദവീചികളുടെ ഏറ്റവും വലിയ മാന്ത്രികമായ തലങ്ങളാണ് എങ്കിൽ ഈ ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കിയ കരുണയുടെ ഒരു അംശം എന്ന് പരിശുദ്ധ റസൂൽ 99 അവിടെ വെച്ചിരിക്കുന്നത്. 99 അവൻ അവിടെ വെച്ചിരിക്കുന്നു. അല്ലാഹു എത്ര കരുണ ഉള്ളവനാ, അല്ലാഹു എത്ര കരുണയുള്ളവനാ. യുദ്ധത്തടവുകാർ എങ്ങനെ പിടിച്ചുകൊണ്ടുവരാ. ശുഅബുൽ ഈമാനിലുണ്ട് ഒരു ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾ ഒരിക്കൽ യുദ്ധത്തിൽ വിജയിച്ചപ്പോൾ തടവുകാരെ പിടിച്ചുകൊണ്ടുവരപ്പെടാം. അപ്പോഴുണ്ട് ബന്ദികളെ പോലെ എല്ലാവരെ കൊണ്ടുവരാ. തടവുകാരാണെങ്കിലും അവർ വന്നു ചേരുന്നോടത്തേക്ക് അവർക്ക് അഭയം കൊടുത്ത് അവർ ബന്ദികളായി പിടിച്ചുകൊണ്ടുവരപ്പെടുന്നോടത്തും അവർക്കും ഒരു സ്നേഹത്തിന്റെ പ്രതീക്ഷയാ. ആരുടെ ബന്ധിയാ, ആരുടെ തടവ് പുള്ളിയാ, യുദ്ധ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. എന്നാലും
അവിടെയും ഒരു സ്വാതന്ത്ര്യമുണ്ട്, അവിടെയും ചില അവകാശങ്ങളുണ്ട്. വന്നു ചേരുന്നത് ആരുടെ തടവ് പുള്ളിയായെന്നറിയുമോ? മക്കയുടെ വരദാനം, സഹനത്തിന്റെ സങ്കേതം, സമാധാനത്തിന്റെ സമവാക്യം, നീതിയുടെ നിറകുടം, അമീനേ മുജ്തബ ഹബീബേ മുർത്തള നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തടവ് പുള്ളികളായി വരുമ്പോ ആ കൂട്ടത്തിലുണ്ട് യുദ്ധത്തിന്റെ കെടുതിയിൽ ഒരു പെണ്ണിന്റെ കയ്യിലുള്ള കൈക്കുഞ്ഞ് നഷ്ടപ്പെട്ട് അവൾ വിറളി പിടിച്ചോടാ, എവിടെയാ എന്റെ കുഞ്ഞ്, എവിടെയാ എന്റെ കുഞ്ഞ്? ഒരു വിഭാഗം സ്വഹാബികൾ തടവുകാരെ ഇങ്ങോട്ട് മാറ്റി കൊണ്ടുവരാം. യുദ്ധത്തിൽ പരാജയം സംഭവിച്ച സമൂഹത്തിനെ തടവുകാരായി പിടിച്ചുകൊണ്ടുവരപ്പെടണമെന്നതാണ് യുദ്ധ നിയമം. അങ്ങനെ തൊളിച്ചുകൊണ്ടുവരുന്ന ആ സംഘത്തിൽ അലറിക്കരഞ്ഞുകൊണ്ടൊരു പെണ്ണ് ചോദിക്കാ, എവിടെയാ എന്റെ കുഞ്ഞ്, എവിടെയാ എന്റെ കുഞ്ഞ്, എവിടെയാ എന്റെ കുഞ്ഞ്? ആരോ കൈ പൊക്കിയിട്ട് പറഞ്ഞു, നീ കരയണ്ട പെണ്ണേ, ചിതറിയോടിയ നേരത്ത് നിന്റെ കയ്യിലുള്ള കുഞ്ഞ് താഴെ വീണതിന് ഞാൻ എടുത്തൊരു പൊടി പോലും ആ കുഞ്ഞിന്റെ ശരീരത്തിലില്ല. സ്നേഹത്തോടുകൂടെ തടവ് പുള്ളികളിൽ ഒരാൾ പറഞ്ഞു, നിന്റെ കുഞ്ഞ് എന്റെ കയ്യിലുണ്ട്. ആ സഹോദരി ഓടി വരികയാ, ആർത്തിയോടുകൂടെ ആ കുഞ്ഞിനെ അള്ളിപ്പിടിച്ചു വാങ്ങിയെടുക്കുകയാ. എന്നിട്ട് ആരും കാണുന്നില്ല എന്നുള്ളോടത്തിലേക്ക് സമയബന്ധിതമായി ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി തന്റെ മാറോട് ചേർത്ത് വെച്ചപ്പോ ആ കുഞ്ഞിന്റെ രണ്ട് ചെറിയ കാലുകൾ ആ പെണ്ണിന്റെ ഉദരഭാഗത്ത് ഇങ്ങനെ താളമിട്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബികളെ വിളിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, മറ്റുള്ളവരുടെ മുന്നിൽ മാറിടം മറച്ചു വെച്ചുകൊണ്ട്, നാണം മറച്ചു വെച്ചുകൊണ്ട് ഒരു പെണ്ണ് അമ്മിഞ്ഞു കൊടുക്കാനാണെങ്കിലും സൗകര്യക്കുറവ് പോലും അവൾ നോക്കാതെ, യുദ്ധത്തിന്റെ കെടുതി പോലും നോക്കാതെ ആ പെണ്ണ് കുഞ്ഞിന് പാല് കൊടുക്കാൻ സമയബന്ധിതമായി ആഹരിപ്പിക്കാൻ തയ്യാറായ ആ ഉമ്മാന്റെ കരുണ കണ്ടോ സ്വഹാബ? നിങ്ങൾ അങ്ങനെ കണ്ടുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പെണ്ണിനോട് ആര് പറഞ്ഞാലാ ആളിക്കത്തുന്ന തീയിലേക്ക് ആ പെണ്ണ് ആ കുഞ്ഞിനെ വലിച്ചെറിയ? സ്വഹാബികളെ, നിങ്ങൾ എന്നോട് പറഞ്ഞു തരുമോ, ആര് പറഞ്ഞാലാണ് ആ പെണ്ണ് അവളുടെ കയ്യിലുള്ള കൈക്കുഞ്ഞിനെ ആളിക്കത്തുന്ന തീയിലേക്ക് വലിച്ചെറിയ? നബിയേ, ആര് പറഞ്ഞാലും അവളുടെ കയ്യിലുള്ള കുഞ്ഞിനെ ആളിക്കത്തുന്ന തീയിലേക്ക് വലിച്ചെറിയൂല നബിയേ. എന്നാൽ കേട്ടോളൂ, വല്ലാഹി ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി. ഈ പെണ്ണവളുടെ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയാൻ ഇഷ്ടപ്പെടാത്ത പോലെ അല്ലാഹു ഒരിക്കലും അവന്റെ അടിമയെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ ഇഷ്ടപ്പെടുന്നില്ല സ്വഹാബ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം റമദാനിന്റെ ഒന്നാമത്തെ രാവിലുണ്ട്. അള്ളാഹു തരട്ടെ. കാരുണ്യത്തിന്റെ നോട്ടം കിട്ടിയാൽ പിന്നെ അവൻ ഒരിക്കലും ഒരു ശിക്ഷയും ഇല്ല. വമൻ നദറ ഇലൈഹി ബിർറഹ്മതി ലാ യുഅദ്ദിബുഹു ബഅദഹു അബദാ. കാരുണ്യത്തിന്റെ നോട്ടം കിട്ടിയവനെ ഒരിക്കൽ പോലും അള്ളാഹു ശിക്ഷിക്കില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനിൽ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം അതാണ്. പരിശുദ്ധ റമദാൻ കൊണ്ട് ഈ സമൂഹത്തിന് മാത്രം അല്ലാഹു വെച്ചിരിക്കുന്ന 5 സൗഭാഗ്യങ്ങളില് ഒന്നാമത്തെ സൗഭാഗ്യം ഈ കാരുണ്യത്തിന്റെ നോട്ടം കിട്ടണം. അതിനുള്ള പ്രവർത്തനം ചെയ്യണം. അതിനുള്ള പ്രവർത്തനം ഈ ചുണ്ടത്ത് വെച്ച് വലിക്കുന്ന സാധനം റമദാന്റെ പകലതായാലും ഒഴിവാക്കണം. അത് ഇത്തിരി നേരത്തെ അങ്ങോട്ട് ഒഴിവാക്കിക്കോ. കാരണം എന്താ, അതിന്റെ മണം എന്തായാലും മലക്കുകൾക്ക് ഇഷ്ടമല്ല. അതിന്റെ മണം എന്തായാലും മലക്കുകൾക്ക് ഇഷ്ടമല്ല. ഉള്ളി തിന്നവൻ പള്ളിയിൽ വരണ്ടെന്നാ പറഞ്ഞത്, വാ കഴുകി മണം കളഞ്ഞിട്ട് വന്നതി എന്നാ പറഞ്ഞത്. അങ്ങനെയാ ഹദീസിലുള്ളത്. അത് കുറേശ്ശെ അങ്ങോട്ട് ഒഴിവാക്കാം. സംസ്കരിക്കുന്നു എന്ന് പറയുന്നിടത്ത് അതെങ്കിലും ഒരു 12 മണിക്കൂർ വായിന്നും ശരീരത്തിൽ നിന്നും ഒഴിവായി കിട്ടുന്നുണ്ടല്ലോ. ശുദ്ധമായി ശ്വസിക്കാൻ ഒരാൾക്ക് പറ്റുന്നുണ്ട്. സംസ്കരിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ അതിൽപ്പെട്ടതാ. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം കിട്ടാൻ റമദാന് വേണ്ടി നേരത്തെ ഒരുങ്ങണം. രണ്ടാമത്തെ ആനുകൂല്യം യഅ്മുറുല്ലാഹുൽ മലായികത ബിൽഇസ്തിഗ്ഫാരി ലഹും. പരിശുദ്ധ റമദാനിൽ ഈ സമൂഹത്തിലെ ആളുകൾ നോമ്പെടുക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവോട് മഗ്ഫിറത്ത് തേടാൻ, നോമ്പെടുക്കുന്നവർക്ക് വേണ്ടി മഗ്ഫിറത്ത് തേടാൻ മലക്കുകളെ നിങ്ങളെ ഞാൻ ഡ്യൂട്ടി ഏൽപ്പിച്ചു. അങ്ങനെയാ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വേണ്ടി അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണേ എന്ന് ദ്വാരക്കാൻ ഒരാളെ കൂലിക്ക് നമ്മളെ ഏൽപ്പിച്ചാൽ ഒരു 5 മിനിറ്റ് കൂടുതലൊന്നും ആ ഇഖ്ലാസ് ഉള്ളിലുണ്ടാവൂല. അള്ളാഹുവേ അബൂബക്കർ ഹാജിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലോ. അപ്പൊ 2 ആൾ ആമീൻ പറയാൻ ഒരാൾ ദ്വാരക്കാൻ, 5 മിനിറ്റ് ഇയാൾ ദ്വാരക്കാം, 5 മിനിറ്റ് അടുത്ത ആൾ ദ്വാരക്കാം. എത്ര നേരം ഉണ്ടോ?
എത്ര നേരം നമ്മൾക്ക് എത്ര കൂലി കൊടുക്കാൻ പറ്റും? അവര് ഇഖ്ലാസോടുകൂടെ ഈ മനുഷ്യന് പുറത്തു കൊടുക്കാൻ വേണ്ടി അൺലിമിറ്റഡ് ആയി എത്ര സംഖ്യാ മലക്കുകൾ എന്നില്ല, അസംഖ്യം മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി അള്ളാഹുവേ, ഇന്നാലിന്ന വീട്ടിലെ ഇന്ന സഹോദരി പരിശുദ്ധ റമദാനിന്റെ പുണ്യമാക്കപ്പെട്ട നോമ്പിനെ കൃത്യവും വ്യക്തവുമായി തെറ്റുകളില്ലാതെ കേടുപാടുകളില്ലാതെ നല്ലോണം അനുഷ്ഠിക്കുന്നുണ്ട് അല്ലാ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് അള്ളാഹുവോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നത് അവന്റെ സൃഷ്ടികളിലെ മഹാന്മാരായ മലക്കുകൾ. അങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി മലക്കുകളെ അല്ലാഹു ഏർപ്പാടാക്കും എന്നതാണ് രണ്ടാമത്തെ സൗഭാഗ്യം, രണ്ടാമത്തെ ആനുകൂല്യം എന്ന് നബിയുനാ റസൂലുള്ളാഹി. മൂന്നാമത്തെ ആനുകൂല്യം അന്ന റായിഹത ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്കീ. നോമ്പുകാരാ, നിനക്ക് അല്ലാഹ് തന്ന പരിഗണന നിന്റെ ശരീരത്തിന്റെ വിശുദ്ധിയോടൊപ്പം നിന്റെ കൽബിന്റെ സംസ്കരണത്തോടൊപ്പം നിന്റെ വായ പകർച്ചയായപ്പോൾ വന്ന ദുർഗന്ധമുണ്ടല്ലോ, ദുർഗന്ധം എന്നത് നീ നോമ്പെടുത്തതിന്റെ പേരിൽ നീ കാണുന്ന ഒരു നെഗറ്റീവാണ് എങ്കിൽ ആ നെഗറ്റീവിനെ അള്ളാഹു കണ്ടിരിക്കുന്ന പരിഗണന എങ്ങനെയെന്നറിയുമോ? മനുഷ്യന് മനസ്സിലാകുന്ന ഒരു സുഗന്ധം, അത് കസ്തൂരി, കസ്തൂരിയാ. എന്തോ നമുക്ക് മനസ്സിലാകാൻ ഭൂമിയിൽ ഒരു പെർഫ്യൂം കസ്തൂരി അല്ലെങ്കിൽ അംബർ, അതാണെന്നല്ല പറഞ്ഞത്. അത്യബ് സൂപ്പർലേറ്റീവ് ആണ്. അതിനേക്കാളൊക്കെ എത്രയോ നിന്റെ നാസരന്ധ്രങ്ങൾക്കകത്തുകൂടി നീ ഇന്ന് വരെ ആസ്വദിച്ചിട്ടില്ല അങ്ങനെയുള്ള മഹോന്നതമായ ഒരു സുഗന്ധം. അതിനെന്ത് പരിഗണനയോ? അതാടോ നോമ്പെടുത്ത് ക്ഷീണിച്ച ആ ചവർപ്പ് രസമുള്ള നിന്റെ വായക്കകത്ത് നിന്നും പുറത്തു വന്ന ദുർഗന്ധത്തിന് പോലും അള്ളാഹു നൽകുന്ന പരിഗണന. ഇത് നിനക്ക് അല്ലാഹു തരുന്ന ഒരു ആനുകൂല്യമാണ്, അള്ളാഹു നിന്നിൽ പരിഗണിക്കുന്ന ഒരു സൗഭാഗ്യമാണ്. പരിശുദ്ധ റമദാനിൽ ഈ സമൂഹത്തിന് മാത്രമായി അള്ളാഹു നൽകുന്ന നേട്ടമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 5 സൗഭാഗ്യങ്ങളിൽ മൂന്നാമത്തേതാ. നാലാമത്തേത് അള്ളാഹു സ്വർഗത്തോട് പറയും. അല്ലാഹു സ്വർഗത്തോട് പറയും, ഇത്തഖിദീ സീനതകി വയഖൂലു തൂബാ ലിഇബാദിൽ മുഅ്മിനീൻ ഹും ഔലിയാഇ. സ്വർഗമേ, നീ ഒന്ന് ചമഞ്ഞൊരുങ്ങിയേ സ്വർഗമേ, സ്വർഗമേ നീ ഒന്ന് അണിഞ്ഞൊരുങ്ങിയേ സ്വർഗമേ, സ്വർഗമേ നീ ഒന്ന് വൃത്തിയാവണേ സ്വർഗമേ. ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? നോമ്പുകാരനെ പരിഗണിച്ചുകൊണ്ടാ സ്വർഗമണിഞ്ഞൊരുങ്ങ. എന്തിനാടോ സ്വർഗമണിഞ്ഞൊരുങ്ങുന്നത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് സിദ്റത്തുൽ മുന്തഹയെ അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തിയല്ലോ. അന്ന് സിദ്റത്തുൽ മുന്തഹ ചമഞ്ഞൊരുങ്ങിയ പോലെ മുമ്പൊരിക്കലും ചമഞ്ഞൊരുങ്ങിയിട്ടില്ല. അന്ന് ജിബ്രീൽ ചമഞ്ഞൊരുങ്ങിയ പോലെ മുമ്പൊരിക്കലും ചമഞ്ഞൊരുങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു ചമൽക്കാരങ്ങൾ കൊണ്ട് അലങ്കൃതമായ സിദ്റത്തുൽ മുന്തഹയെ ഹബീബിന്റെ വരവ് കൊണ്ട് പരിഗണിക്കപ്പെട്ട പോലെ സ്വർഗത്തെ അല്ലാഹു പരിഗണിക്കാ. സ്വർഗത്തോട് പറഞ്ഞു, നീ ഒന്ന് ചമഞ്ഞൊരുങ്ങണേ സ്വർഗമേ. മഹാനായ അബുൽ ഹസനിൽ ഹൈതമി തങ്ങൾ ഹിജ്റയുടെ 807-ാമത്തെ വർഷം വഫാത്തായ മഹാനവറുകൾ അദ്ദേഹത്തിന്റെ മജ്മഉസ് സവാഇദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, സ്വർഗം ചമഞ്ഞൊരുങ്ങാൻ തുടങ്ങുന്നു എപ്പോഴാണെന്നറിയുമോ? പെരുന്നാളിന്റെ നിലാവ് കണ്ട്, ചെറിയ പെരുന്നാളിന്റെ അന്ന് മുതൽക്ക് അടുത്ത വർഷത്തിലെ റമദാന്റെ നിലാവ് കാണുന്നവരെ സ്വർഗമങ്ങ് ചമഞ്ഞൊരുങ്ങാ. 11 മാസത്തോളം സ്വർഗം ചമഞ്ഞൊരുങ്ങുന്നു. ആർക്ക് വേണ്ടി എന്നറിയുമോ? അവസാന കാലഘട്ടത്തിൽ റമദാൻ മാസത്തിന്റെ നോമ്പെടുക്കുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ സ്വർഗലോകം ചമഞ്ഞൊരുങ്ങുന്നത് ഈ സമുദായത്തെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹ് നൽകുന്ന സൗഭാഗ്യമാ. നബി മുഹമ്മദ് മുസ്തഫ ഈ സമുദായത്തിന് അള്ളാഹു നൽകുന്ന 5-ാമത്തെ സൗഭാഗ്യം ഏതാണെന്നറിയുമോ? അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, യഗ്ഫിറു ലഹും ഫീ ആഖിരി ലൈല. അവസാനത്തെ രാത്രിയിൽ ഒരു പ്രത്യേക മഗ്ഫിറത്ത്. അവസാനത്തെ രാത്രിയിൽ 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. 27-ാം രാവ് കഴിഞ്ഞ
മദ്രസയിലെ സ്വലാത്ത് ഇല്ലേ മാതിരിയാ. മദ്രസയിലെ സ്വലാത്ത് ചെല്ലിയ ശേഷം പിന്നെ ഒരു കുട്ടിയോട് ഒരു 5 മിനിറ്റ് കൂടെ ഇരിക്കാൻ പറഞ്ഞാൽ അല്ലല്ല ഇരിക്കൂല. സ്വലാത്ത് ചെല്ലണ മദ്രസയിലെ ശരിക്കും ഭൂമിയിലെ നല്ലൊരു സ്വലാത്ത് നടക്കുന്നത് മദ്രസയില് ആ ലാസ്റ്റ് ബെല്ലിലൊരു സ്വലാത്തുണ്ട്. അപ്പൊ ചെന്ന് നോക്കിയാ ഇതാ ഇവിടത്തെ ഞരമ്പൊക്കെ എണീറ്റ് നിന്നിട്ട് അതുവരെ കിടന്നുറങ്ങിയവൻ മദ്രസയിലേക്ക് വരേണ്ടത് കോഴി വെള്ളത്തിൽ ചാടിയ പോലെയാ. ഉമ്മായും വാപ്പായും വല്യാപ്പായും എല്ലാവരും ഉന്തി തള്ളിയാണ് മൂപ്പരെ. ചില പെണ്ണുങ്ങളെ മണിയറയിലേക്ക് കയറ്റണ മാതിരി മടിച്ച് മദ്രസയിൽ പോവാതെ ഇങ്ങനെ പിടിച്ച് നിൽക്കണം. കുട്ടീനെ പിടിച്ച് കാലത്തെ എണീപ്പിട്ട് മദ്രസയിലേക്ക് വിട്ടിട്ട് അവൻ മദ്രസ വിടാൻ നേരത്ത് സ്വലാത്ത് ചൊല്ലുന്നതും ചെന്ന് കയറുമ്പോൾ ഫാത്തി ഓതിയിട്ട് ആമീൻ പറയുന്നതും തമ്മിൽ മാറ്റമുണ്ട്. ആ കുട്ടിയോട് ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കാൻ പറഞ്ഞിരിക്കൂല. അവന് ദുനിയാവിൽ ഇനി എന്ത് മുതല കൊടുക്കാന്ന് പറഞ്ഞാലും സ്വലാത്ത് എല്ലി കഴിഞ്ഞാൽ അവിടെ ഇരിക്കൂല. സ്വലാത്ത് ചൊല്ലിയിട്ട് ഇരിക്കുന്ന പറയുന്നിടത്ത് ഉസ്താദ് വടി ഡെസ്കിൽ ഇങ്ങനെ അടിക്കാറുണ്ട്. കാരണം എന്താ? അല്ല ഇരിക്കൂലോ. അങ്ങനെയാണ് ഉസ്താദോട് ചോദിച്ചത്. 27-ാം രാവ് കഴിഞ്ഞ പിന്നെ റമദാൻ തീർന്നു. 27-ാം രാവ് കഴിഞ്ഞ റമദാൻ തീർന്നു. പിന്നെ ഒരാളോട് പിന്നെ അതിനെപ്പറ്റി പറഞ്ഞ നോമ്പുറയുടെ കാശ് 3 ദിവസം ഉണ്ട്. റമദാൻ കഴിഞ്ഞ് ഇക്കാക്ക് വരെ പിന്നെ എന്താണ് പോയവിടുന്ന് പള്ളിയിലെ സെക്രട്ടറി അടുത്ത് ചിലപ്പോൾ അങ്ങനെയും പറയും. നോമ്പുറയൊക്കെ കഴിഞ്ഞു 27-ാം രാവ് ഇന്നലെ കഴിഞ്ഞില്ല, ഇയാൾ എവിടെ ആയിരുന്നു ചോദിക്കും. ഒരു പക്ഷെ എന്തേ 27-ാം രാവ് കഴിഞ്ഞ ഒക്കെ തീർന്നു എന്നാ. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. 5-ാമത്തെ സൗഭാഗ്യം റമദാനിന്റെ അവസാനത്തെ രാത്രിയിൽ ഒരു പ്രത്യേക മഗ്ഫിറത്ത് അല്ലാഹു കൊടുക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ അഹിയ ലൈലത്തുൽ ഖദ്ർ, അത് ലൈലത്തുൽ ഖദ്റാണ് നബിയേ, അത് ലൈലത്തുൽ ഖദ്റാണെന്ന് തോന്നുന്ന വിധം അവസാനത്തെ രാത്രിയെ അല്ലാഹുവിന്റെ ഹബീബ് വർണ്ണിച്ചു. അത് ലൈലത്തുൽ ഖദ്റാണ് നബിയേ. അല്ല 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 അല്ല, നമ്മുടെ വീട്ടിൽ ഒരാൾ ജോലിക്ക് വന്നാൽ അവൻ നമ്മൾ പറഞ്ഞ ജോലിയും പറയാത്ത ജോലിയും നമ്മെ തൃപ്തിപ്പെടുത്തി ആ ജോലിക്ക് അവനോട് വാഗ്ദാനം ചെയ്ത കൂലിക്കപ്പുറം അവൻ ജോലി കഴിഞ്ഞു പോകുമ്പോ കൊടുക്കാൻ ഒരുപാട് ഉള്ളവനും കൊടുക്കാൻ നല്ല മനസ്സുള്ളവനുമായ യജമാനൻ ആ കൂലി കൊടുക്കുന്നോടത്ത് പറഞ്ഞുറപ്പിച്ച കൂലിക്കപ്പുറം ജോലി ചെയ്ത് തീർത്തതിന്റെ അവസാനത്തെ ദിവസം വേറെ ഒരു കൂലി കൊടുക്കുന്ന ആനുകൂല്യമില്ല സഹാബ. ഉണ്ട് നബിയേ. എന്നാൽ ഇന്നമാ യുവഫാ അജ്റുഹു ഇദാ ഖളാ അമലഹു, അവന്റെ ജോലി അവൻ ഭംഗിയാക്കിയതിന്റെ പേരിൽ അള്ളാഹുവിന് സന്തോഷം തോന്നിയപ്പോ അള്ളാഹ് കൊടുത്ത സന്തോഷത്തിന്റെ കൂലിയ അവസാനത്തെ രാത്രിയുടെ കൂലി. മുൻകഴിഞ്ഞ സമൂഹങ്ങൾക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല ആ കൂലി. അത് ഈ സമുദായത്തിന്റെ 5-ാമത്തെ സൗഭാഗ്യം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ 5 ആനുകൂല്യങ്ങൾ റമദാനിൽ അല്ലാഹു വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറയാം. ഒന്നാമത്തേത് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം. രണ്ടാമത്തേത് മലക്കുകളോട് നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറഞ്ഞ് അല്ലാഹു ഏർപ്പാടാക്കുന്നു. മൂന്നാമത്തെ നേട്ടം നോമ്പുകാരന്റെ ശരീരത്തിൽ നിന്നും ആ ക്ഷീണത്തിൽ പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കുന്ന ദുർഗന്ധം എന്ന് നമുക്ക് തോന്നിയിട്ടുള്ള നെഗറ്റീവ് വായന്റെ വാസനയ്ക്ക് അല്ലാഹു കസ്തൂരിയുടെ പരിഗണന കൊടുത്ത് ലാളിക്കുന്നു എന്ന സ്നേഹം. പിന്നെയോ നാലാമത്തേത് അല്ലാഹു സ്വർഗത്തോട് പറയും, നീ എന്റെ നോമ്പുകാരനെ സ്വീകരിക്കാൻ ഒന്ന് ചമഞ്ഞൊരുങ്ങിക്കോ എന്ന്. 5-ാമത്തെ നേട്ടം അവസാനത്തെ രാത്രിയിൽ അല്ലാഹു പ്രത്യേകമായ മഗ്ഫിറത്തിന്റെ ഒരു കവാടം തുറക്കൽ ഉണ്ടെന്ന് പരിശുദ്ധ റസൂൽ. അല്ലാഹു സ്നേഹത്തോടുകൂടെയാ നമ്മെ വരവേറ്റത്. അല്ലാഹു സ്നേഹത്തോടുകൂടെ, അല്ലാഹു സ്നേഹത്തോടുകൂടെയല്ലേ റമദാൻ നമ്മുടെ മുന്നിലേക്ക് തന്നത്. അല്ലാഹുവിനെ അറിയണേ. വഴിപ്പെട്ടാലും ഇല്ലേലും അല്ലാഹു നമുക്ക് കരുണ ചെയ്യല്ലേ. എത്ര തെറ്റുകളാ നമ്മൾ ചെയ്യുന്നത്. തെറ്റ് ചെയ്തിട്ടും അല്ലാഹു നമുക്ക് തരുന്നതിൽ ഒരു കുറവുമില്ലല്ലോ. എത്ര സമയബന്ധിതമായ നമ്മൾ നമ്മുടെ കണ്ണുകളുടെ ഇമകളെ കൂട്ടിപ്പിടിക്കുന്നത്. നമ്മൾ ഇന്നവരെ അതേ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ള മുഅ്മിനെ, ഒരു 5 മിനിറ്റ് നമ്മുടെ കണ്ണിന്റെ ഇമ വെട്ടാതെ കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ടിരുന്നാൽ ആ കണ്ണിനൊരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും വരുന്ന ഒരു എരിച്ചിലുണ്ട്, ഒരു പുകച്ചിലുണ്ട്. ആ കണ്ണിൽ നിന്നും അസഹ്യമായ വേദനയും നീറ്റലുമുണ്ട്. ആ സമയം ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിന് കണക്കില്ലാതെ വരികയാ. കണ്ണുനീര് ഒലിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൂക്കളാ കൊണ്ട് ഇടങ്ങേറാവുകയാ. ഒരു വല്ലാത്ത അസ്വസ്ഥതയാ. എന്തിന്റെ പേരിലാ? സ്വമേധയാ സമയബന്ധിതമായി ആവശ്യാനുസൃതമായി ചിമ്മിക്കൊണ്ടിരുന്ന കണ്ണിനെ ഒന്ന് ചിമ്മാതെ പിടിച്ചു നിന്ന 2 മിനിറ്റ് കൊണ്ട് നമ്മൾ അനുഭവിച്ചതാ.
അള്ളാഹുവോട് ചോദിച്ചിട്ടാണോ ഈ കണ്ണ് ചിമ്മിയത്? അള്ളാഹുവോട് ചോദിച്ചിട്ടാണോ ഒരുപാട് ലക്ഷോപലക്ഷം വരുന്ന വാതകങ്ങളും മൂലകങ്ങളും പൊടിപടലങ്ങളും ഉള്ളതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് മൂക്കിന്റെ തുമ്പിലേക്ക് ഓക്സിജൻ അള്ളാഹു നമ്മുടെ മൂക്കിന്റെ തുമ്പിലേക്ക് എത്തിച്ചത്? ഇന്നവരെ അള്ളാഹുവോട് ചോദിച്ചിട്ടാണോ തന്നിട്ടുള്ളത്? എന്നിട്ടും ഈ ലക്ഷോപലക്ഷം വരുന്ന വാതകങ്ങളിൽ നിന്നും ഈ മിശ്രിതങ്ങളിൽ നിന്നും ഓക്സിജനെ നമ്മുടെ മൂക്ക് വലിച്ചെടുക്കുന്ന ആനുകൂല്യത്തിലേക്ക് ഒരൊറ്റ ശ്വാസത്തിന് പോലും അള്ളാഹുവോട് പടച്ചോനെ എനിക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ നീ എന്റെ മൂക്കിന്റെ തുമ്പിൽ തരണേ. ഞാനും നിങ്ങളും ചോദിച്ചിട്ടില്ല. എന്തെല്ലാം ഭക്ഷണങ്ങളാ നമ്മൾ കഴിച്ചോടത്തോളം ഭക്ഷണങ്ങൾ ശരീരത്തിന്റെ അകത്ത് ആ ഭക്ഷണത്തിന്റെ കാഠിന്യമനുസരിച്ച് ആവശ്യമായ ആസിഡുകളും അതുപോലെ തന്നെ ആവശ്യമായ ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പുറത്തു വരുന്ന രസങ്ങളും കൊണ്ട് ദഹനത്തിന് സമയബന്ധിതമായ ഒരു പീരീഡ് ഉണ്ട്. ആ സമയത്തിനുള്ളിൽ അത് ദഹിച്ചു പോയില്ലെങ്കിൽ ശരീരത്തിന് കേടാ. അത് ദഹിക്കാൻ വേണ്ട സ്രവങ്ങൾ മുഴുവനും ആവശ്യാനുസൃതം അള്ളാഹു ഉൽപാദിപ്പിച്ചത് നമ്മൾ ചോദിച്ചിട്ടാണോ? അള്ളാഹുവോട് എത്ര തെറ്റുകളാ നമ്മൾ ചെയ്തത്. എന്നിട്ടും RCCയുടെ മുറ്റത്തേക്ക് പോവേണ്ടി വന്നിട്ടില്ലല്ലോ. ഒരിക്കലും മാസ്റ്റർ മെഡിസിറ്റിയുടെ മുന്നിലേക്ക് പോയിട്ട് ഭീമമായൊരു സംഖ്യ അവിടെ കെട്ടിവെച്ചുകൊണ്ടൊരു ചികിത്സയ്ക്ക് വേണ്ടി വിധേയരായിട്ടില്ലല്ലോ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹുവോട് ചോദിക്കാഞ്ഞിട്ടും നമ്മുടെ കുഞ്ഞിളം പ്രായക്കാരെത്രയാ വളർന്നു വന്നത്. അള്ളാഹുവോട് ചോദിക്കാഞ്ഞിട്ടും അവരുടെ വായിലേക്ക് നമ്മൾ നുള്ളി വെച്ചു കൊടുത്ത സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും നമ്മൾ അവരെ അണച്ചു പിടിച്ചത് ആ കിളിനാദത്തിന്റെ മധുരം നുകരാൻ നമ്മുടെ കൽബുകൾക്ക് കഴിഞ്ഞത്. അള്ളാഹുവിനെ നമ്മൾ എത്ര ധിക്കരിച്ചിട്ടും നമ്മുടെ സന്തോഷങ്ങൾ അവൻ എത്രയാ തന്നത്. അള്ളാഹുവോട് ചോദിച്ചിട്ടാണോ? അള്ളാഹുവോട് ചോദിച്ചിട്ടാണോ? അള്ളാഹുവിനോട് നമ്മൾ എത്രയാ എതിര് കാണിച്ചു കൊണ്ടിരിക്കുന്നത്? അള്ളാഹുവോട് 11 മാസം എതിര് കാണിച്ചിട്ട് 11 മാസം അള്ളാഹുവോട് നമ്മൾ തെറ്റുകൾ ചെയ്തിട്ട് 11 മാസം എന്ന വിചാരം ഹൃദയത്തിൽ ഇല്ലാതെ ജീവിച്ചിട്ട് 11 മാസം ഹറാമുകൾക്ക് നമ്മൾ ഒരു വിലയും കൊടുക്കാതെ നമ്മൾ അതിലേക്ക് ഇഴകിച്ചേർന്നിട്ട് 11 മാസത്തോളം നമ്മുടെ മനസ്സുകൾക്ക് ആർദ്രമായ ഒരു ഭാവമില്ലാഞ്ഞിട്ടോ 11 മാസം ഇബാദത്തിലേക്ക് നമ്മൾ കാട്ടിക്കൂട്ടലുകളുടെ പേക്കോലങ്ങൾ പെയ്തിറങ്ങിയിട്ടോ 11 മാസത്തോളം അള്ളാഹുവിനെ ബോധിപ്പിക്കുന്നതിന് പകരം നമ്മൾ പലരെയും ബോധിപ്പിച്ച് പല സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടോ 12ാമത്തെ മാസം പരിശുദ്ധ റമദാൻ വന്നപ്പോൾ അള്ളാഹു എങ്ങനെയാ നമ്മളെ സ്വീകരിച്ചത്? കടന്നു പോടാ, നിന്റെ അമൽ എനിക്ക് വേണ്ട. ഇക്കഴിഞ്ഞ 11 മാസം നീ കാട്ടിക്കൂട്ടിയത് കണ്ടതാ ഞാൻ. ഇക്കഴിഞ്ഞ 11 മാസം നിന്റെ പാപ കൂമ്പാരങ്ങൾ എഴുതി വെച്ച ഏടുകൾ എന്റെ അടുക്കൽ രേഖയാ. ഇക്കഴിഞ്ഞ 11 മാസം നിന്റെ ഇടത്തെ ചുമലിലിരിക്കുന്ന മലക്കെഴുതി വെച്ചത് എന്റെ മുന്നിൽ രേഖയാ. ഇക്കഴിഞ്ഞ 11 മാസം നിന്റെ വലത്തെ ചുമലിലെ മലക്കിന് പണിയില്ലാതിരുന്നത് എന്റെ മുന്നിൽ രേഖയാ. നീ എന്റെ മുന്നിലേക്ക് വരണ്ട, നീ എന്റെ മുന്നിലേക്ക് വരണ്ട. ആനുകൂല്യത്തിന്റെ സൗഭാഗ്യത്തിന്റെ കവാടം തുറക്കുന്നു എന്ന് പറഞ്ഞ പരിശുദ്ധ റമദാനിന്റെ അനുഗ്രഹ വിഭൂഷിതമായ ദിവസങ്ങളിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട അടിമകൾക്ക് ഞാൻ വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ അനുഗ്രഹീതമായ സോപാനങ്ങളെ കുറിച്ചോ എന്റെ പ്രിയപ്പെട്ട അടിമകൾക്ക് ഞാൻ വെച്ചിരിക്കുന്ന ഇബാദത്തിന്റെ ഇരട്ടി 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 എന്ന പ്രതിഫല ആനുകൂല്യത്തെ കുറിച്ചും കേട്ടപ്പോ അത് വാങ്ങാൻ വേണ്ടി വന്നിരിക്കാൻ നീ കടക്കടാ പുറത്തെന്ന് പറഞ്ഞില്ല. അള്ളാഹു സ്നേഹത്തോടുകൂടെ നമ്മെ സ്വീകരിച്ചു. റമദാനിനെ അള്ളാഹു മൂന്നാക്കി. അള്ളാഹുവിന്റെ ഹബീബ് പറയാ, ഇമാം ബൈഹഖിയുടെ ശുഅബിലുണ്ട് ഹദീസ്, ഇമാം തുർമുദിയെ പോലെയുള്ളവർ ഉദ്ധരിക്കുന്നുണ്ട് ഹദീസ്. അള്ളാഹു റമദാനിനെ മൂന്നാക്കി. ആദ്യത്തെ 10 ഉണ്ടല്ലോ, ആദ്യത്തെ 10 അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ 10, അള്ളാഹുവിന്റെ കരുണയുടെ 10. കരുണയുടെ 10 കൊണ്ട് അള്ളാഹു റമദാനിൽ നമ്മിലേക്ക് സമീപിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ സ്നേഹമാത്. അള്ളാഹു കാത്തിരിക്കാ. പകൽ മുഴുവൻ പാപം ചെയ്തവനെ പാതിരാവിൽ അള്ളാഹു കാത്തിരിക്കാം. പാതിരാവിന്റെ നിശബ്ദതയിൽ അവന്റെ ഏകാന്തതയിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തപ്പോൾ പ്രഭാതത്തിന്റെ പൊൻപുലരി മുതൽ അള്ളാഹു കാത്തിരിക്കാ. ഒന്ന് ചോദിക്കുമോ? എത്ര തെറ്റ് ചെയ്താലും അള്ളാഹു നമുക്ക് ദുആക്ക് ഉത്തരം തരും മുഅ്മിനേ. അള്ളാഹുവോട് ചോദിക്കുമ്പോൾ അള്ളാഹു പരിഗണിക്കയല്ലേ? അള്ളാഹുവോട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ചോദിക്കുമ്പോൾ അള്ളാഹുവിന് അലിവ് വരികയല്ലേ മുഅ്മിനേ? മഹാനായ ഇബ്നു റജബ് തങ്ങൾ അവിടുത്തെ ലത്വായിഫുൽ മആരിഫിൽ ചിന്തനീയമായ ഒരു കവിത കൊണ്ടുവരുന്നുണ്ട്. എന്നെ പറ്റി പറയുന്നതാ അത്, എന്നെ കേൾക്കുന്നവരെ പറ്റി പറയുന്നതാ അത്. യാദല്ലദീ മാ കഫാ ഹുദ്ദംബു ഫീ റത്ബി
ഹത്താ അസാ റബ്ബഹു ഫീ ശഹരി ശഅബാനി. റജബിന്റെ സമാരംഭത്തിൽ തന്നെ ഉസ്താദ് വഴുന്നു പറഞ്ഞിരുന്നു, റജബ് കിട്ടിയാൽ റമദാൻ കിട്ടി. റമദാന്റെ മുഖവുരയാ റജബ്, റമദാന്റെ ശിഖരമാ ശഅബാൻ. റമദാനിൽ ചെയ്യേണ്ട എല്ലാ സൽക്കർമ്മങ്ങളും റജബിലേ ആവാം. സ്വഹാബികൾ അങ്ങനെയായിരുന്നു. ശഅബാൻ മാസത്തിൽ അവർ ഖത്മ് ഓതി തുടങ്ങുമായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ റജബ് വരുമ്പോൾ തന്നെ സക്കാത്തുകളൊക്കെ നേരത്തെ കൊടുത്തു തീർക്കുമായിരുന്നു. റമദാൻ വരാൻ കാത്തു നിൽക്കുമായിരുന്നില്ല. സ്വഹാബത്തിനെ കുറിച്ച് പറയുന്നത് ഇമാം ഗസാലി പറയുന്നു, ഇമാം ശൈഖ് മുഹീദ്ദീൻ തങ്ങൾ അവിടുത്തെ മുൻകൈയിൽ പറയുന്നു, സ്വഹാബികൾ അവരുടെ മുഖങ്ങൾ മുസ്ഹഫിൽ ശഅബാൻ മാസത്തിൽ കമഴ്ത്തി വെച്ചിരിക്കായിരുന്നുവത്രേ. പരിശുദ്ധ റമദാൻ വന്നു കഴിഞ്ഞാൽ ഇമാം ബൈഹഖിയുടെ ശുഅബിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, ഒരു മഹാനെ കുറിച്ച്, ഇബ്നു സഅദാൻ റളിയല്ലാഹു അൻഹു എന്ന മഹാനെ കുറിച്ച് 120 പ്രാവശ്യം പരിശുദ്ധ ഖുർആൻ ഖത്മ് ഓതുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു റമദാനിൽ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം നവവി അവിടുത്തെ മജ്മൂഇന്റെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട്, 60 പ്രാവശ്യം ഖുർആൻ ഖത്മ് ഓതുമായിരുന്നു പരിശുദ്ധ റമദാനിൽ. ഇവരൊക്കെ റജബിലും ശഅബാനിലും ഒക്കെ ഇങ്ങനെ ഈ ഖത്മുൽ ഖുർആനിന്റെ പരിശീലനം നടത്തിയിരുന്നവരാ. എന്നാൽ ഞാനോ നിങ്ങളോ അങ്ങനെയല്ല. റമദാനിനോടുള്ള പരിഗണന റജബ് കൊണ്ട് തുടങ്ങണമെന്ന് പഠിപ്പിച്ചോടത്ത് നിന്ന് നമ്മൾ തെറ്റി. റജബിൽ നമ്മൾ പാപം ചെയ്തു, ശഅബാൻ വന്നിട്ട് നമ്മൾ നന്നായില്ല. ഹത്താ അസാ റബ്ബഹു ഫീ ശഹരി ശഅബാനി, ശഅബാൻ വന്നിട്ടും നമ്മൾ ഹറാം ചെയ്തു. എന്നാൽ പേടിക്കണ്ട, എന്നാൽ നീ വിഷമിക്കണ്ട. ലഖദ് അല്ലക ശഹ്റു സൗമി ബഅദഹുമാ ഫലാ തുസയ്യിറുഹു അയ്ളൻ ശഹ്റൽ സിയാനി. നിന്റെ മുന്നിലേക്ക് പാപം ചെയ്ത് തളർന്നു വന്നവനെ, നിന്റെ മുന്നിലേക്ക് തണലിട്ടിരിക്കുന്നത് റമദാനാ. നിന്റെ മുന്നിലേക്ക് തണലിട്ടിരിക്കുന്നത് റമദാനാ. നീ വിഷമിക്കല്ലേ. കാരുണ്യവാനായ അല്ലാഹു, റബ്ബായ അല്ലാഹു, റഹ്മാനായ അല്ലാഹു, അവന്റെ കരുണയുടെ 10 കൊണ്ട് റമദാൻ നിനക്ക് തുടങ്ങി തന്നിരിക്കാം. കരുണയുടെ 10 കൊണ്ട് അല്ലാഹു റമദാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഒരു ഉപദേശം, ഫലാ തുസയ്യിറുഹു അയ്ളൻ ശഹ്റൽ സിയാനി. റജബിലും ശഅബാനിലും ചെയ്ത പോലെ, പവിത്രമെന്ന് അറിഞ്ഞിട്ടും നീ തെറ്റ് ചെയ്ത പോലെ റമദാനിൽ ആവർത്തിക്കല്ലേ. നിനക്കത് രണ്ടും അല്ലാഹു പുറത്തു തന്നേ. അതുകൊണ്ട് റമദാൻ വന്ന് എന്താ ചെയ്യേണ്ടത്? വത്ലുൽ ഖുർആന വസബ്ബിഹ് ഫീഹി മുജ്തഹിദാ ഫഇന്നഹു ശഹ്റു തസ്ബീഹിം വഖുർആനി. വത്ലുൽ ഖുർആൻ, തനിച്ചിരുന്ന് ഖുർആൻ ഓതിക്കോ. അങ്ങനെയുണ്ട്. ആരെങ്കിലും കേൾക്കുന്നോടത്തുള്ള പാരായണത്തെ ഖിറാഅത്ത് എന്നാ പറയാം. ഏകാന്തതയിലെ സ്വന്തത്തെ ബോധ്യപ്പെടുത്തുന്ന പാരായണത്തെ തിലാവത്ത് എന്നാ പറയാ. തിലാവത്തുൽ ഖുർആൻ, തിലാവത്തുൽ ഖുർആൻ. ഖൽബ് നന്നാവാനാ റമദാൻ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങിയത്. ഉള്ളിലേക്ക് ഒരു വെളിച്ചം തരാനാ റമദാൻ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങിയത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. മനുഷ്യരാശിയുടെ അഖിലകാലത്തെയും നിയമമാണ് പരിശുദ്ധ റമദാന്റെ ലക്ഷ്യം. ലഅല്ലകും തത്തഖൂൻ, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ വിചാരപദങ്ങൾ അത് നന്മ കൊണ്ട് സജീവമാവാൻ എന്ന ലക്ഷ്യമാ ഏത് കാലഘട്ടത്തിലും ഏത് സമൂഹത്തിലും നോമ്പ് കൊണ്ട് അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് ഖുർആൻ പറഞ്ഞ ആ ഹൃദയത്തിന്റെ വിചാരപദങ്ങളിലേക്ക് നന്മകൾ വരാൻ ഖുർആൻ പാരായണം കൊണ്ട് സാധ്യം എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ഇന്നൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദ് ഇദാ അസ്വബഹുൽ മാ ഖാലു വമാ ജലാഉഹാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇരുമ്പിൽ ഈർപ്പമടിച്ചാൽ ഇരുമ്പ് തുരുമ്പിക്കുന്ന പോലെ മനുഷ്യരുടെ മനസ്സിന്റെ അകത്തേക്ക് തുരുമ്പ് കടന്നു വരും. പാപഭംഗിലമായ ജീവിതം. കറുത്ത പുള്ളികൾ ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഈ കറുത്ത പുള്ളി, ഒരു പുള്ളി വീണ അപ്പ തന്നെ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാറിൽ മടങ്ങിയാൽ അപ്പോഴേ അവന്റെ കറ പോവൂ എന്ന് ഖാല റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി. എന്നിട്ട് ഈ ആയത്ത് ഓതി. എന്നാൽ കറങ്ങനെ കളയാൻ നേരം കിട്ടിയിട്ടില്ലേ?
ആ കറയുള്ള കൽബിന്റെ കറ കളയാന്റെ അടുത്ത അമൂല്യമായ മരുന്ന്, റമദാനിന്റെ ഏറ്റവും വലിയ വിഭവം, മഹാനായ ഇമാം അൽ ആരിഫ് സൈനുദ്ദീൻ അബ്ദുറഹ്മാൻ അഹ്മദ് ബിൻ റജബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ പറയുന്നു, റമദാനല്ലേ വരുന്നത്, ഹൃദയം നന്നാക്കാൻ നോമ്പ് മാത്രമല്ല, വത്സുൽ ഖുർആൻ, ഖുർആൻ തനിച്ചിരുന്ന് ഓദിക്കോ. തനിച്ചിരുന്നുള്ള പാരായണം ഒരു മനുഷ്യനിൽ കൊടുക്കുന്ന മാസ്മരികമായ മാറ്റങ്ങൾ എത്രയെന്നറിയോ? കഅബ ഷരീഫിന്റെ മുന്നിൽ അള്ളാന്റെ ഹബീബ് ഖുർആൻ പാരായണം നടത്തുമായിരുന്നു. അതിങ്ങനെ കേൾക്കാൻ വേണ്ടി ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാർ വട്ടമിട്ടിരിക്കുമായിരുന്നു. ഒരിക്കൽ തിലാവത്തിന്റെ സുജൂദിന്റെ രംഗമെത്തിയപ്പോൾ മുത്തായ നബി തങ്ങൾ സുജൂദ് ചെയ്തതിൽ യാദൃച്ഛികമായി യാന്ത്രികമായി പിന്നാലെ കൂടിയവർ മുഴുവനും അവിടെ സുജൂദിൽ വീഴുന്നു. ഈ ഖുർആന്റെ വശ്യമനോഹരമായ ശാബ്ദിക മിശ്രണങ്ങളെ ഒന്ന് കാതോർക്കാൻ വേണ്ടി ഞാനും പോയിരുന്നു പലപ്പോഴും, അതൊന്ന് കട്ടുകേൾക്കാൻ. അങ്ങനെ പലപ്പോഴും ഞാനത് കട്ടുകേട്ടു. ഇമാം അഹ്മദിന്റെ മുസ്നദുൽ ഹദീസ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ പാരായണത്തെ കട്ടുകേട്ട സ്വഹാബിയ. എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു മുറിവ്. ഈ വചനങ്ങൾ അനശ്വരമായ ഖുർആനിന്റെ ചടുലമായ സാഹിത്യങ്ങൾ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുമ്പോൾ ഇതൊരു പദ്യമോ ഇതൊരു കവിയുടെ കവിതാവചസ്സുകളോ എന്റെ ഉള്ളിൽ തോന്നിയ സംശയത്തിന് തൊട്ടടുത്ത ആയത്ത് മറുപടി എന്നോണം നിർഗളിച്ചു. അഷ്റഫുൽ ഖൽഖിന്റെ അനശ്വരമായ ശബ്ദവീചികൾ ഇതൊരിക്കലും ഒരു കവിയുടെ കവിവചനങ്ങളല്ല, കവിതാവചസ്സുകളല്ല. എന്നാൽ ഇതൊരു ജോൽസിന്റെ വാക്കുകൾ. എന്റെ മനസ്സ് മന്ത്രിച്ചു. അപ്പോൾ തൊട്ടടുത്ത ആയത്ത് എനിക്ക് മറുപടിയായി പറയുന്ന പോലെ അഷ്റഫുൽ ഖൽഖ് പാരായണം ചെയ്തു. ഇതൊരിക്കലും ഒരു ജോൽസിന്റെ കബടി നിരത്തി പറയുന്ന ഭാവി പ്രവചനങ്ങളെല്ലാം, ഇത് അള്ളാഹുവിന്റെ കലാമാ. എന്റെ ഉള്ളിൽ ഒരു തണുപ്പ് വന്നു. ആ തണുപ്പാണ് ദാറുൽ അർഖമിൽ അഷ്റഫുൽ ഖൽഖിനെ സമീപിക്കാൻ എനിക്ക് പ്രചോദനവും എനിക്ക് പ്രേരണയും എനിക്ക് ആവേശവുമായി മാറിയതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കുകൾ ഇമാം അഹ്മദിന്റെ മുസ്നദിൽ നമുക്ക് ഹദീസായി കാണാം. ഖുർആൻ കേട്ടാ മതി, ഖുർആൻ കേട്ടാ മതി, നമ്മൾ നന്നാവും. അല്ലാഹു നന്നാക്കി തരട്ടെ, അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു ദുആ ഉണ്ടല്ലോ, പടച്ചോനെ അല്ലാഹുമ്മ അയ്യിദ് ദീനക ബിഅഹദിൽ ഉമറൈൻ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് നിന്റെ ദീൻ നീ ശക്തിപ്പെടുത്തണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ദുആയിരുന്നു. രണ്ടാലൊരു ഉമർ, രണ്ടിലേക്കും ചാൻസ് ഉണ്ട്. ഒരാൾക്ക് അതിന്റെ ചാൻസ് കിട്ടിയാൽ മറ്റേ ആളിൽ ഒരു സാധ്യത പ്രതീക്ഷിച്ചു. ദുആ അഷ്റഫുൽ ഖൽഖിന്റെതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാലൊരു ഉമറിനെ കൊണ്ട് നിന്റെ ദീനിനെ ശക്തിപ്പെടുത്തണേ എന്നതിൽ ഒരാൾക്ക് ഉറപ്പും ഒരാൾക്ക് സാധ്യതയുമുണ്ട്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും അബൂജഹലിനെയും ഉദ്ദേശിച്ച റസൂലുള്ളാഹി ദുആയിരുന്നു. അതിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് അല്ലാഹു അത് സാക്ഷാത്കരിച്ചുവെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട് നബിയേ. ഇസ്തഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യുസ്മിഅൽ ഖുർആൻ. മഹാനായ ഇബ്നു മസ്ഊദ് എന്ന കുഞ്ഞുമോൻ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയേ, കഅബ ഷരീഫിന്റെ മുന്നിൽ വട്ടമിട്ട് ആർത്തട്ടഹസിച്ച് പൊട്ടിച്ചിരിച്ച് തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ആഘോഷിക്കുന്ന ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാരെ അല്ലാഹുവിന്റെ ഖുർആൻ ഞാനൊന്ന് കേൾപ്പിക്കട്ടെ നബിയേ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സമ്മതം കൊടുത്ത പൊന്നുമോന് പ്രതീക്ഷയുണ്ട് നബിയേ. ഞാൻ അവിടെ പോയി അല്ലാഹുവിന്റെ ഖുർആൻ അങ്ങ് ഓതി കേൾപ്പിച്ചാൽ ആർത്തട്ടഹസിച്ച് പൊട്ടിച്ചിരിക്കുന്നവരിൽ അബൂജഹലുണ്ട്. അയാൾ ഇസ്ലാമിൽ വന്നാൽ അതൊരു വലിയ കാര്യമല്ലേ? ഉള്ളിന്റെ ഉള്ളിലുള്ള മോഹവുമായി ഒരു ചെറിയ മോനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനും കൊണ്ടുപോയി. അല്ലാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഖുർആനിലെ പുതിയ പിള എന്ന് റസൂലുള്ളാഹി പറഞ്ഞ അധ്യായമാണ് സൂറത്തുർ റഹ്മാൻ. الرحمن علم القرآن خلق الإنسان علمه البيان. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഹ്മാൻ ഇങ്ങനെ ഓതി ഓതി വന്നപ്പോ മഹാനായ ഇബ്നു മസ്ഊദിന്റെ വലിയ മനോഹരമായ ഓത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്നും ഉമർ ഇബ്നുൽ ഖത്താബിനോട് കൂടെ ഇങ്ങ് തിരിച്ചു വരുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കൂടെ തിരിച്ചു വരുമ്പോ
പരിശുദ്ധമായ മസ്ജിദിൽ ഒരാൾ നിന്ന് നിസ്കരിക്കുന്നു, ഉറക്കെ ഓതുന്ന ശബ്ദം. ആ പാതിരാവിന്റെ പരാപര വെളിച്ചത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് കാതോർക്കാനൊന്ന് നിശ്ചലമായി നിന്നു പോവുകയാ. കാൽ പെരുമാറ്റങ്ങളെ അടക്കി വെക്കണേ, ഒന്ന് നിശബ്ദമാകണേ, അതൊന്ന് കേൾക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് ആ പാരായണത്തിലേക്ക് ശ്രവണം കൊടുക്കുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് മൗനാവൃതമായ മുഖത്തിൽ നിന്നും ഒരു ചോദ്യം ഉന്നയിക്കാനുള്ള പോലെ മുത്തായ നബിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടുന്ന് അതിന് മറുപടി പറഞ്ഞ പോലെ പറഞ്ഞു, ഉമറേ, പരിശുദ്ധമായ ഖുർആനിനെ ജിബ്രീൽ അലൈഹിസ്സലാം വഹയിന്റെ അമരധ്വനികൾ ഓതിത്തന്ന് ഇറക്കിത്തരുമ്പോ ആ സമയം പച്ചയായ വഹയിന്റെ ആരവങ്ങളെ ഏതൊരു താളത്തിലാണോ, ഇമ്പത്തിലാണോ, ഈണത്തിലാണോ കേൾക്കാൻ കഴിയുന്നത്, അതേ ഈണത്തിലും താളത്തിലും ഖുർആന്റെ തങ്കലിപികൾ പാരായണം ചെയ്യുന്ന മാസ്മരികമായ ശബ്ദം കേൾക്കണോ? എന്നാൽ മഹാനായ ഇബ്നു മസ്ഊദ് ഓതുന്നത് കേട്ടാൽ മതിയെന്ന് ഖാല റസൂലുള്ളാഹി. അങ്ങനത്തെ മോനാ ഖുർആൻ ഓതാൻ പോകുന്നത്. കഅബ ശരീഫിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതി സൂറത്തുർ റഹ്മാൻ. അല്ലെങ്കിൽ നമുക്കറിയാം നല്ല മനോഹരമായ വരികളാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അവിടേക്ക് എത്തി വരുമ്പോൾ എത്രയോ പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന ആയത്തുകൾ അതിന്റെ ഇമ്പമാർന്ന താളത്തിലേക്ക് കേട്ടിരിക്കുന്നവരിൽ പലരും ശ്രദ്ധിക്കുന്നത് കണ്ട അബൂജഹൽ അരിശത്തോടു കൂടെ വന്നിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് എന്ന കൊച്ചുമോന്റെ കവിളിന് നോക്കി ചെവി അടച്ചുകൊണ്ടൊരൊറ്റ അടിയങ്ങ് കൊടുത്തപ്പോ അബൂജഹലിന്റെ പരുപരുത്ത കരങ്ങൾ കൊണ്ട് ആ കവിൾത്തടത്തിൽ തീർത്ത അടയാളം ഒരു ചെവിക്കടിച്ച് മറ്റേ ചെവിയിലൂടെ രക്തം ചീന്തുന്ന രീതിയിൽ ഇലാ ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞിട്ട് വന്നു. ആ സമയം അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്. സഹാബിയുടെ ഒരു പ്രതീക്ഷയാണ്, ഈ ഓത്ത് അബൂജഹൽ കേട്ടാലും നന്നാവും. ആ ഒരു പ്രതീക്ഷ അല്ലാഹു നമുക്ക് തരട്ടെ. നമ്മുടെ വിഷയവുമായി ബന്ധമില്ല ബാക്കിയുള്ള കാര്യം, എന്നാലൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കാം. ജിബ്രീൽ അലൈഹിസ്സലാം കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി രക്തം വാർന്നൊലിക്കുന്ന കാതിൽ ചെറിയ കൈകൊണ്ട് ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് പൊന്നുമോൻ വാ വിട്ട് കരഞ്ഞു വരുമ്പോ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയുടെ മുന്നിലുണ്ട്. ഹബീബിന്റെ മുഖം കൊണ്ട് വാടി. പൊന്നുമോൻ കരഞ്ഞു വരുന്നത് കണ്ടപ്പോ ചെറിയ കുഞ്ഞ പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം ബദറിലേക്ക് ഈ മോൻ പോകാൻ നേരം അവിടുന്ന് യുദ്ധത്തിലേക്ക് പോവാൻ സ്വഹാബികളെ വിളിക്കുന്ന നേരത്ത് ഞാനുമുണ്ടെന്ന് പറയാൻ കയ്യ് പൊക്കിയിട്ട് കാണാതെ വന്നപ്പോ പെരുവിരലിൽ എഴുന്നേറ്റ് നിന്നു. അത്രേ ഉയരമുള്ളൂ പിൽക്കാലത്ത് ഈ സ്വഹാബിക്ക്. അത്രയും ചെറിയ മോന. ആ സ്വഹാബി കരഞ്ഞു വരുന്നത് കണ്ട് റസൂലുള്ളാഹിയുടെ മുഖം വാടി ജിബ്രീൽ ചിരിച്ചു, ചോദിച്ചു, ലിമല്ലാഹിക യാ ജിബ്രീൽ സതഅരിഫു സിർറഹു യാ റസൂലല്ലാഹ്. എന്തിനാ നീ ചിരിച്ചത് ജിബ്രീലേ? നബിയെ, ഞാൻ ചിരിച്ചതിന്റെ രഹസ്യം പിന്നീട് അങ്ങേക്കറിയാം. ബദർ വന്നിട്ട് അബൂജഹലിനെ തോണ്ടി വിളിച്ചു ബദർ കളത്തിൽ വെച്ച്. ആരടാ അബൂജഹല്? ഞാനാ. സാഹമ ഫീ ഖത്ലി അബീജഹൽ. അബൂജഹലിനെ കൊല്ലാൻ 2 കുട്ടികളെ അല്ലാഹു നിയോഗിച്ചു. അതിലൊരു മോൻ ഈ മോനാ. ചെറിയൊരു പിച്ചാത്തിയുടെ പിടി കയ്യിൽ പിടിച്ചാൽ പോലും കൈ വിറയ്ക്കുന്ന പ്രായം. ഒരു ചെറിയ കത്തി കൊണ്ട്, ഒരു ചെറിയ കടാര കൊണ്ട് അബൂജഹലിനെ തീർത്തത്. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നിഷേധിയായി മുന്നിൽ നിന്നുകൊണ്ട് അധാർമികതയ്ക്ക് ചുക്കാൻ പിടിച്ച അബൂജഹലിനെ, പാവപ്പെട്ടവനെയും അനാഥയെയും ചവിട്ടി വെച്ച അബൂജഹലിനെ വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ എന്ന് പറഞ്ഞത് ഖുർആൻ അബൂജഹലിനെ കുറിച്ച്. ആ അബൂജഹലിനെ ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് വലിച്ച് താഴെയിട്ടിട്ട് പണി തീർത്തത് 2 കുട്ടികളിൽ ഒരു കുട്ടി ഈ മോനാ. എന്നിട്ടോ അബൂജഹലിന്റെ ശിരസ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. ബദറാണ്. മഹാനായ സഅദ് ഇബ്നു മുആദിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ടെന്റിന്റെ അകത്തായി റസൂലുള്ളാഹി ഉള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹലിന്റെ ശിരസ് എടുത്ത് പൊക്കി നോക്കിയപ്പോൾ പൊക്കാൻ കഴിയുന്നില്ല, ഉയർത്താൻ കഴിയുന്നില്ല ഭാരം കൊണ്ട്. പൊന്നുമോൻ അബൂജഹലിന്റെ ഒരു ചെവിയിലൂടെ ദാരമിട്ട് മറ്റേ ചെവിയിലൂടെ പുറത്തേക്കെടുത്ത് ഒരു ചരട് കൊണ്ടത് കോർത്ത് വലിച്ചുകൊണ്ട്
فسره إلى حضرة رسول الله فقال هذا رأس رئيس أعداء الله. നബിയേ, സത്യത്തെ വെല്ലുവിളിച്ച് യുദ്ധത്തിന് വന്നവരുടെ നേതാവിന്റെ ശിരസ്സുമായ ഞാൻ വരുന്നതെന്നു അകലെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടുവരാ. റസൂലുള്ളാഹിയുടെ മുന്നിൽ കൊണ്ടുവന്ന ശിരസ് വെച്ചു. ആ സമയം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോഴും ഉണ്ടവിടെ. ഇറങ്ങി വന്നിരിക്കുന്നു ജിബ്രീൽ. അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയേ, അന്ന് ഞാൻ ചിരിച്ചില്ലേ പൊന്നുമോന്റെ ചെവിയിലൂടെ രക്തം വാർന്നൊലിച്ചതിന്? അന്ന് ചിരിച്ചതിന്റെ രഹസ്യം ഇത് കണ്ടിട്ടാ നബിയേ. ഒരു ചെവിക്ക് പകരം രണ്ട് ചെവിയാണല്ലോ നബിയേ. ഈ തല അധികമായല്ലോ നബിയേ. സയ്യിദുനാ ജിബ്രീൽ ഖുർആൻ കൊണ്ട് ഒരു മനുഷ്യൻ നന്നായ ആള് ഉമർ ഇബ്നുൽ ഖത്താബ്. പക്ഷേ ഖുർആന്റെ പാരായണം കൊണ്ട് നന്നാകുമോ എന്ന് സ്വഹാബികൾ പ്രതീക്ഷിച്ചത് അബൂജഹലിനെ പോലും. എന്നാൽ പറയുന്നു, പരിശുദ്ധ റമദാൻ വന്നു കഴിഞ്ഞാൽ ചെയ്തു തുടങ്ങിക്കോ, ഖുർആൻ ഓദിക്കോ. ഖുർആൻ ഒളുവോടുകൂടെ ഓതണേ, ഖുർആൻ നോക്കി ഓതണേ. യാസീനെ നിനക്കറിയോ എങ്കിലും നോക്കി ഓതണേ. ഞാനെന്ന് പറയട്ടെ, മഹാന്മാര് പറയുന്നുണ്ട്, ഒരു ഹദീസിൽ കാണാമല്ലോ, നിസ്കാരത്തിന്റെ അകത്ത് വെച്ച് നമ്മൾ ഓതുന്ന ഖുർആനിന് 100 ഇരട്ടി കൂലിയ. നിസ്കാരത്തിന്റെ അകത്ത് ഓതുന്ന ഖുർആനിന് 100 ഇരട്ടി കൂലിയ. നിസ്കാരത്തിന്റെ പുറത്തേക്ക് വന്ന് മുസ്ഹഫ് എടുത്ത് വെച്ച് നോക്കിയിട്ട് ഓതുന്ന ഖുർആൻ, ഒളുവോടുകൂടെ ഓതുന്ന ഖുർആൻ, ഒരായത്ത് ഓതിയാൽ 50 ആയത്ത് ഓതുന്ന കൂലിയ, 50 ഇരട്ടി കൂലിയ. എന്നാൽ ഒളു ഉണ്ട്, പക്ഷെ മുസ്ഹഫിൽ നോക്കിയല്ല ഓതുന്നത്. അങ്ങനെയുള്ള ഓത്തിനാണെങ്കിൽ 25 ഇരട്ടി കൂലിയ. എന്നാൽ ഒളുവുമില്ല, മുസ്ഹഫിൽ നോക്കലുമില്ല, ഖുർആനാണ് ഓതുന്നത്. ഓതാൻ ശരീരത്തിൽ വലിയ ശുദ്ധിയുടെ തടസ്സവുമില്ല. എന്നാൽ ആ മനുഷ്യന് 10 ഇരട്ടി കൂലിയ. 10 ഇരട്ടിയാ ഖുർആൻ പാരായണത്തിന്റെ തുടക്കം. 10 ഇരട്ടി കൂലിയ. മനുഷ്യന്റെ കൽബങ്ങ് നന്നാവാ, കൽബിന് കരുത്ത് വരികയാ, സ്നേഹം തോന്നാൻ, ആർദ്രത തോന്നാൻ, സഹാനുഭൂതി തോന്നാൻ റമദാനുള്ള പോലെ തന്നെ നമ്മുടെ മുന്നിലുള്ളത് പരിശുദ്ധമായ ഖുർആന. വത്ലുൽ ഖുർആന വസബ്ബിഹ് ഫീഹി മുജ്തഹിദാ ഫഇന്നഹു ശഹ്റു തസ്ബീഹിൻ വഖുർആനി. ഖുർആൻ ഓദിക്കോ നീ, തസ്ബീഹ് ചൊല്ലിക്കോ നീ. റമദാനല്ലേ. എന്റെ പ്രിയമുള്ളവരെ, റമദാനിലേക്ക് വേണ്ടി ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു നമുക്ക് ആയുസ് തരട്ടെ, അല്ലാഹു നമുക്ക് ആരോഗ്യം തരട്ടെ, അല്ലാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ. പരിശുദ്ധ റമദാന്റെ 30 ദിവസത്തേക്ക് ഞാൻ പറയുന്നു, നമ്മൾ ഇനി കണ്ടുമുട്ടുമോ, എവിടെ വെച്ച് കാണും, എങ്ങനെ കാണുമെന്നൊന്നും പറയാൻ കഴിയില്ല. എന്നാലും നമ്മൾ കാണുന്നത് മഹ്ശറയിലുണ്ടല്ലോ. അവിടെ വരുമ്പോൾ നമുക്കൊരു ഉപകാരമുണ്ടാകണം. ഈ സ്നേഹബന്ധത്തിന് ഒരു ഉപകാരമുണ്ടാവണം. ഈ സംഗമത്തിനൊരു പ്രയോജനം വേണം. പരിശുദ്ധ റമദാനിലേക്ക്, റമദാനിന്റെ അവസാനത്തെ രാവ് വരുമ്പോൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽക്ക് ഞാൻ ഒരു 100 സ്വലാത്തിൽ കുറയാത്തത് ചൊല്ലുമെന്ന് പറയാൻ ഈ സദസ്സിൽ എന്റെ പ്രിയമുള്ളവർ ഒരു തമാശ പോലും പറഞ്ഞ അനാവശ്യമായി ചിരിക്കാത്ത ഈ സദസ്സില് പരിശുദ്ധ റമദാന്റെ കബൂലിയത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബത്തിന് വേണ്ടിയിട്ട് റമദാനിന്റെ അവസാന ദിവസം വരെ എനിക്ക് ചൊല്ലാൻ ഒരു ദിവസം 100ൽ കുറയാത്ത സ്വലാത്ത്. ഈ വഅദിന്റെ ലാഭം അതാണ് സഹോദര. ആരൊക്കെ തയ്യാറുണ്ടോ ഒന്ന് കൈ പൊക്കുമോ? അല്ലാഹു കബൂലാക്കട്ടെ. ഞാൻ ഇന്ന് മുതൽ 100 സ്വലാത്ത് ചൊല്ലാൻ തയ്യാറാ. ആ കൈയൊന്ന് പൊക്കിയേ, അല്ലാഹുവിന്റെ ഹബീബ് കാണട്ടെ. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കയ്യ അല്ലാഹുവിന്റെ മുന്നിൽ വർത്തമാനം പറയുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. തലക്കോട്ട് മൂല ഈ മഹല്ല്, ഈ പള്ളിയുടെ അങ്കണത്തിൽ തടിച്ചുകൂടിയ സഹോദരങ്ങളും സഹോദരിമാരും ഇന്ന് ഇവിടെ വെച്ചുകൊണ്ട് കയ്യ് പൊക്കിയത് അള്ളാന്റെ മുന്നിൽ നമുക്ക് അനുകൂലമായി മാറാൻ, ഈ സ്വലാത്തിന് വേണ്ടി കയ്യ് പൊക്കിയത് അനുകൂലമായി മാറാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
തസ്ബീഹുകള്, സ്വലാത്തുകള്. റമദാനിന്റെ ഒന്നാമത്തെ രാവ് വരുമ്പോൾ സൂറത്തുൽ ഫത്ഹ് ഓതണേ. പ്രത്യേക സുന്നത്താണിത്. റമദാനിന്റെ നിലാവ് കണ്ടെന്നറിഞ്ഞാൽ ആദ്യത്തെ രാത്രിയിൽ സൂറത്തുൽ ഫത്ഹ് ഓതണേ. ഒരുപാട് വിജയങ്ങൾ അല്ലാഹു തരും. ആ ഒരു വർഷത്തിന്റെ വിജയം അല്ലാഹു നൽകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. വെറും 29 ആയത്തേ ഉള്ളൂ. 29ാമത്തെ ആയത്ത് ബദരീങ്ങളെ പറയുന്ന ആയത്ത. റമദാനിനെ കുറിച്ച് പറയാൻ പറയുമ്പോൾ റമദാനിൽ ഖുർആൻ ഉണ്ടല്ലോ, റമദാനിൽ ലൈലത്തുൽ ഖദ്ർ ഉണ്ടല്ലോ, റമദാനിൽ ബദർ ഉണ്ടല്ലോ, റമദാനിൽ ബദരീങ്ങൾ ഉണ്ടല്ലോ. ബദരീങ്ങളെ പറയുന്ന അധ്യായമാണ്. ബദരീങ്ങളെ കുറിച്ച് പറയാൻ സാഹിത്യത്തിന്റെ ചടുലഭാവങ്ങളെ അക്ഷരങ്ങളിലും അർത്ഥത്തിലും കുറവ് വരാതെ അതിന്റെ സർവ്വ പ്രൗഢിയിലും സൂറത്തുൽ ഫത്ഹിന്റെ അവസാനത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു. ബദരീങ്ങളുടെ നേതാവിനെയും പറഞ്ഞു. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന. റമദാനിന്റെ ചൈതന്യം ഹൃദയത്തിലേക്ക് കയറി. നീണ്ട 16 ദിവസം നോമ്പെടുത്തു, പട്ടിണിയില. എന്നിട്ടോ ഹൃദയത്തിന്റെ അകത്തേക്ക് കയറി ഈമാൻ, സഹാനുഭൂതി എന്തെന്ന് പഠിപ്പിച്ച ബദരീങ്ങളുടെ ആ കബൂലായ നോമ്പിന്റെ പ്രഭയുണ്ടല്ലോ. ബദറിന്റെ രണഭൂമിയിൽ അധാർമികതയുടെ നേതൃത്വത്തിലിരുന്ന ആളുകളെ നിരം പരിശാക്കാനുള്ള ആയുധങ്ങളായി 951 313 പോരാടിയത് പരിശുദ്ധ റമദാൻ ഹൃദയത്തിൽ തട്ടിയതിന്റെ വിജയമാ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കം കുന്ത തഅരിഫു മിൻ മംസാമ ഫീ സലഫി മിൻ ബൈനി അഖിലിൻ വജീറാനി വഇഖ്വാനി. കഴിഞ്ഞ കൊല്ലം റമദാനിൽ നോമ്പെടുത്ത പലരെയും നമുക്കറിയാമല്ലോ. ഈ കൊല്ലം റമദാൻ വരുമ്പോൾ അവർ നമ്മുടെ കൂടെ ഇല്ലല്ലോ. മഹാനായ ഇബ്നു റസ്ബ് തങ്ങൾ പറയാ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ കൂടെ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് പള്ളിത്തിണ്ണയിൽ വന്ന് ആ ഒരിറക്ക് വെള്ളവുമായി ആ ഒരു കീറ് കാരക്കയുമായി തസ്ബീഹ് ചൊല്ലാനും സറ പറയാനും കൂടിയിരുന്നവരുണ്ടല്ലോ. അവർ പലരും ഇന്ന് ഇല്ലല്ലോ. തറാവീഹ് നിസ്കാരത്തിന് ഒരു ടോർച്ചിന്റെ വെളിച്ചത്തിൽ അപ്പുറത്തെയും ഇപ്പുറത്തെയും വീട്ടുകാർ ഒരു ടോർച്ചിന്റെ വെളിച്ചത്തിൽ പള്ളിയിലേക്ക് നടന്നു നീങ്ങിയവരുണ്ടല്ലോ. ഇന്ന് ആ ടോർച്ചിന്റെ വെളിച്ചവും ആ ടോർച്ചും അതിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളില്ല. പക്ഷെ മറ്റേ ആളുണ്ട്. തനിച്ചാക്കി നീ ഒറ്റക്ക് നടന്നു പോരുന്നില്ലേ? നീ ആലോചിച്ചിട്ടുണ്ടോ? അഫ്നാഹുമുൽ മൗത്ത് വസ്തബ്ഖാ ഖബഅദഹും ഹയ്യം ഫമാ അഖറബൽ ഖാസിമിനദ്ദാനി. അവരെ മരണം കൊണ്ടുപോയല്ലോ. നമ്മുടെ തലക്കോട്ട് മൂല പള്ളിയുടെ ഖബർസ്ഥാനിലും അതുപോലെ തന്നെ പരിസരത്തുള്ള പള്ളികളുടെ ഖബർസ്ഥാനിലും അവരുടെ ഖബറുകളുണ്ടല്ലോ. കഴിഞ്ഞ കൊല്ലം നമ്മുടെ കൂടെ പലരും ഉണ്ടായല്ലോ. കഴിഞ്ഞ കൊല്ലം ഹജ്ജിന് പോകുന്നവർ ഈ കൊല്ലം ഹജ്ജിന്റെ വാളണ്ടിയർമാരായി കഴിഞ്ഞ കൊല്ലം ഉണ്ടായവർ പലരും ഈ കൊല്ലം ഇല്ലാതെ ഉണ്ടല്ലോ. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? മരണത്തിന്റെ കൂർത്ത നഖങ്ങൾ അവരെ വാരിപ്പുണർന്നു കൊണ്ടുപോയ ഭീകരമായ അവസ്ഥയുണ്ടല്ലോ. മാരക രോഗങ്ങളുടെ ദംഷ്ടകങ്ങൾ അവരെ കാർന്നതെന്ന് ജീവിതം ഹോമിച്ചു പോയ അവസ്ഥയുണ്ടല്ലോ. ഒരുപാട് ഉണ്ടായിരുന്നത് പലതും ഇല്ലാതെ പോയ അവസ്ഥയുണ്ടല്ലോ. എപ്പോഴാ നിന്നെയും അത് പ്രാപിക്കായെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? റമളാന ആവർത്തിക്കുന്ന അനുഗ്രഹമല്ല മുഅ്മിനേ, ഒരായുസിന്റെ സൗഭാഗ്യമാ. ഒരു റമളാൻ കബൂലായി കഴിഞ്ഞാൽ അത് മതിയെന്ന ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിച്ചല്ലോ, പടച്ച റബ്ബേ, ഒരു വലിയ ആബിദായ മഹാനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആ ജീവിതമൊന്ന് പഠിക്കാനാ. അല്ലാഹു പറഞ്ഞു, നേരെ നടന്നോ നബിയെ. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം നേരെ നടന്നു. അല്ലാഹു പറഞ്ഞ ഇടമെത്തി. ആ സമയം ഈസാ അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പർവ്വതത്തിന്റെ വിടവിൽ ഒരു മഹാനായ മനുഷ്യനിരുന്ന് ഇബാദത്ത് ചെയ്യാ. എത്രയോ നൂറ്റാണ്ടുകളായി അല്ലാഹുവോട് ചോദിച്ചു, അല്ലാഹുവേ, അത്ഭുതം തോന്നാ
അത്ഭുതം തോന്നാണ് തമ്പുരാനെ, അത്ഭുതം തോന്നാ. ഈ മഹാനായ മനുഷ്യന്റെ ഇബാദത്ത് കണ്ടുകൊണ്ട് ആ ഏകാഗ്രതയിൽ ഞാൻ അത്ഭുതം തോന്നാ. ഇതിലും വലിയ ഇബാദത്തിന്റെ അത്ഭുതമുണ്ടോ? ഉണ്ട് നബിയേ, ഇതിലും വലിയ ഇബാദത്തിന്റെ അത്ഭുതമുണ്ട്, ഇതിലും വലിയ ഇബാദത്തിന്റെ അത്ഭുതമുണ്ട്. പറയണേ അല്ലാ, റബ്ബേ നീ എനിക്ക് പറഞ്ഞു തരുമോ? ഈസാ നബി അലൈഹിസ്സലാം സാഷ്ടാംഗ സമർപ്പണത്തിലാ സുജൂദിൽ കിടന്നുകൊണ്ട് ചോദിക്കാ. അല്ലാഹു പറഞ്ഞു, അവസാന കാലഘട്ടത്തിന്റെ പ്രവാചകൻ വരുമ്പോൾ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, ഒന്നുകൂടി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിലെ ഒരംഗത്തിന് പരിശുദ്ധ റമദാനിൽ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒരു രാവ് കൊടുക്കുന്നുണ്ട്. ആ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ആ രാവ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഇബാദത്തിന്റെ അത്ഭുതത്തെക്കാളും വലിയ അത്ഭുതം ആ ഇബാദത്തിന്റെ ധന്യമുഹൂർത്തങ്ങളിലാ ഈസാ നബി അല്ലാഹുവോട് ഇനി ചോദിക്കുന്നത് കരഞ്ഞിട്ടാ. ഈസാ നബിയുടെ ശബ്ദം ഇടറാൻ തുടങ്ങി. ഗദ്ഗദത്തോടെ വിതുമ്പുന്ന ചുണ്ടുകളോട് സുജൂദിനെ ധന്യമാക്കിയ കണ്ണുനീര് ചാലിട്ടൊരുകിയ ആ നിമിഷത്തിൽ മഹാനവറുകൾ അല്ലാഹുവോട് വിതുമ്പി വിതുമ്പി ചോദിക്കാ, അല്ലാഹുവേ ആ ലൈലത്തുൽ ഖദറിന്റെ സൗഭാഗ്യത്തിലേക്ക് എന്നെ നീ ചേർക്കുമോ? ആ ലൈലത്തുൽ ഖദറിന്റെ സൗഭാഗ്യത്തിലേക്ക് നീ എന്നെ ചേർക്കുമോ? സാഷ്ടാംഗ സമർപ്പണത്തിലൂടെ സൃഷ്ടാവായ കാരുണ്യവാനായ അല്ലാഹുവോട് അവന്റെ ഇഷ്ടദാസൻ പ്രവാചക പദവിയിൽ നിന്ന് ചോദിക്കുന്നത്, പിന്നീട് പ്രവാചക പദവി ഇല്ലാതെയാണെങ്കിൽ പോലും എനിക്ക് ആ സമുദായത്തിന്റെ സൗഭാഗ്യത്തിലൊന്നു കൂടാൻ. പിന്നീട് വരുന്ന ഈസാ നബിക്ക് നബി എന്ന പദവിയില്ല. മഹാനവറുകൾ ഒരു ആലിമാണ്, മഹാനവറുകൾ ഒരു ആലിമാണ്. പക്ഷേ അന്ന് നബിയുടെ പദവിയിൽ നിന്നും മഹാനവറുകൾക്ക് കഴിയാതെ പോയത് ഈ ആലിമിന്റെ പദവിയിൽ നിന്നും കഴിയുന്ന, അന്ന് ഇഞ്ചീൽ കയ്യിലുള്ളപ്പോൾ കഴിയാതെ പോയത് ഇന്ന് ഖുർആൻ കൊണ്ട് കഴിയുമെന്ന് പറയുന്ന വിയർപ്പിന്റെ കണങ്ങളുടെ ആ സുഗന്ധം കൊണ്ട് പോലും ദജ്ജാൽ പോലും ഡമസ്കസിലെ വെള്ളമിനാരത്തിന്റെ മുകളിൽ പറന്നിറങ്ങുന്ന ഈസാ നബിയുണ്ടല്ലോ, അത്ഭുതങ്ങൾ തീർക്കുന്ന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാസ്മരികമായ വിയർപ്പ് കണങ്ങളുടെ സുഗന്ധമുണ്ടല്ലോ, ആ സുഗന്ധം തന്നെയാ ദജ്ജാലിനെതിരെയുള്ള ആയുധം. മഹാനവറുകൾക്ക് നേരെ വരുന്നതായ യഹൂദികളുണ്ടല്ലോ, അവരെ പിടിച്ചുകെട്ടാൻ അന്ന് മഹാനവറുകൾക്ക് കഴിയാതെ പോയത് ഇന്ന് അവരെ പിടിച്ചുകെട്ടാൻ, ദജ്ജാലിന്റെ കൂടെ കൂടുന്ന പട്ടാളത്തെ പിടിച്ചുകെട്ടാൻ വിയർപ്പ് ഗണത്തിന്റെ സുഗന്ധം കൊണ്ട് കഴിയുന്നത് ഖുർആൻ കൊണ്ടാ. ഈസാ നബിക്ക് പിന്നീട് പ്രവാചക പദവിയിൽ താഴെ ഇറങ്ങേണ്ടി വന്നാലും അവസാന കാലഘട്ടത്തിന്റെ പ്രവാചകൻ ആ സമൂഹത്തിന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ ലൈലത്തുൽ ഖദ്ർ, ആ പ്രവാചകന്റെ അണികളിൽ അംഗമാവാൻ, ലൈലത്തുൽ ഖദ്റിൽ അംഗമാവാൻ അല്ലാഹുവേ പ്രവാചക പദവിയെ പോലും ത്യാഗം ചെയ്തുകൊണ്ട് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ അല്ലാഹു പറഞ്ഞു, ഞാൻ ഖബൂലാക്കി നബിയേ, ഖബൂലാക്കി നബിയേ, ഖബൂലാക്കി നബിയേ. അങ്ങ് തല ഉയർത്തിയാലും ലൈലത്തുൽ ഖദ്റിൽ അംഗമാവാൻ അങ്ങേക്ക് അവസരമുണ്ട് നബിയേ. ലൈലത്തുൽ ഖദ്റിന്റെ അംഗത്വം സ്വീകരിക്കാൻ വേണ്ടി ഖിയാമത്ത് നാളിൽ മഹാനവറുകൾ ഇറങ്ങി വരികയാ. സയ്യിദുനാ റൂഹുല്ലാഹി നബി ഈസാ നമുക്ക് വിലയില്ലാതെ പോയി. ഹയാത്താക്കാൻ പോവാൻ തെരഞ്ഞെടുക്കും. ആട് ബിരിയാണിയുള്ള പള്ളി ഏതാ? അങ്ങോട്ട് നമുക്ക് അവിടെ പോടാ. എവിടെയാണെങ്കിൽ മൊയിലാര് ദിക്റില്ലേ തീരുമല്ല. മൊല്ലാക്കായണി സ്ഥലത്ത് വരുമ്പോൾ ആടണ ആട്ടം കണ്ടാൽ തന്നെ ഭ്രാന്ത് വരും. നമുക്ക് എന്ത് ചെയ്യാ? ആ വേഗം തീരുന്ന പള്ളി, ആ 12 മണിയോടുകൂടി കംപ്ലീറ്റ് പരിപാടി കഴിയുന്ന പള്ളി ഏതോ അങ്ങോട്ടേക്ക് ഹയാത്താക്കൽ പരിപാടി മാറ്റിയേക്ക് ഒരു ഗൗരവവും ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നതിനോട് ഇല്ല. അല്ലാഹുവേ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമളാനിന്റെ ശ്രേഷ്ഠതയെ ഉള്ളിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ മഹാനായ ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഒരു ഹദീസ് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ തഅലൽ മുസ്ലിമീൻ ശഹ്റുൻ ഖൈറുൽ ലഹും മിൻ റമളാൻ. റമളാനിനേക്കാളും നല്ല ഒരു കാലം ഒരു സമൂഹത്തിന് വേറെ വരാനില്ല. ആലോചിച്ചാൽ ലക്ഷങ്ങൾ മുടക്കിയിട്ട് വേണം ഇരട്ടി പ്രതിഫലത്തിന് ഹറമിൽ പോവാൻ, നമ്മുടെ വീടിന്റെ അകത്ത് കിട്ടാതെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് മരിക്കണ്ടേ? നമുക്ക് മരിച്ചു പോവണ്ടേ? എന്താ കയ്യിലുള്ളത്? എന്താ നമ്മൾ അള്ളാന്റെ മുന്നിൽ കബൂലായത് എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ വേണ്ടേ? ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല കയ്യില്. കബൂലായെന്ന് പറയാൻ കഴിയോ? ഉഹദിന്റെ രണഭൂമിയില് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബികളുമായി
ഘോരമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ഒരു സന്ദർഭത്തിൽ സ്വഹാബികൾ ചിന്ന ഭിന്ന ശിഥിലമായി ചെതറി ഓടിയ നേരത്ത് അള്ളാന്റെ ഹബീബും 11 സ്വഹാബികളും മാത്രം തനിച്ചാകുന്ന ഒരു സന്ദർഭമുണ്ട്. ഓരോരുത്തരും മരണത്തെ കീഴടങ്ങിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു, മൻ യറുദ്ദു അന്നാ ഫഹുവ റഫീഖി ഫിൽ ജന്ന. ആരാ ഇവിടെ പ്രതിരോധിക്കാൻ തയ്യാറുള്ളത്? ആരാ ഇവിടെ പ്രതിരോധിക്കാൻ തയ്യാറുള്ളത്? നിശബ്ദമായി ആകാശത്തേക്ക് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഉഹദിന്റെ പാറക്കെട്ടിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോ ആ പ്രഖ്യാപനം കേൾക്കാൻ അല്ലാഹുവേ, അന്ന് ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ വിരിമാറുമായി ഹബീബിന്റെ മുന്നിലേക്ക് പെയ്തിറങ്ങുന്ന ശരങ്ങൾക്ക് നേരെ വെച്ചു കൊടുക്കാൻ എന്റെ മാംസത്തുണ്ടുകൾ ഞാൻ സമർപ്പിക്കുമായിരുന്നെന്ന് പറയാൻ ഒരു പ്രവാചക സ്നേഹി ഉഹദിന്റെ പാറക്കെട്ടിന്റെ താഴ്വാരത്തിൽ നിന്നുകൊണ്ട് ആ മലയുടെ മുകളിലേക്ക് നോക്കി മൗനം നിറഞ്ഞു നിൽക്കുന്ന മല പറയുന്ന ഉഹദിന്റെ കഥ. അത് പറയാനും അതിനോട് പങ്കുവെക്കാനും പങ്കുചേരാനും ആ ഉഹദിന്റെ പ്രവാചക പ്രണയത്തോട് മുത്തമർപ്പിക്കാനും ഒരു പ്രവാചക സ്നേഹി പോയി നിൽക്കുന്ന നിൽപ്പ് പോലെ ഉഹദിന്റെ കഥ നമ്മോട് പറഞ്ഞു തരാ. സഹാബികൾ ഓരോരുത്തരും മുന്നിലേക്ക് ചാടിയിട്ട് വിരിമാറ് കാണിച്ച് ഹബീബിനെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ പ്രഖ്യാപനം അകലിൽ നിന്ന് കേൾക്കുകയാ. മഹാനായ അനസ് ഇബ്നു നദർ എന്ന് പറയുന്ന മഹാനായ സഹാബി, മഹാനവറുകളുടെ നല്ല പോരാട്ടത്തിലാ. മഹാനവറുകളുടെ കയ്യിലുള്ള ആയുധം വലിച്ചെറിഞ്ഞിട്ട് ഓടി വരികയാ അനസ്, ഓടി വരികയാ. അള്ളാന്റെ ഹബീബിനെ ചുടുചുംബനം കൊടുക്കാൻ കിട്ടുന്ന അവസരമല്ലേ, അണച്ചു പിടിക്കാൻ അള്ളാന്റെ ഹബീബിനെ അണച്ചു പിടിച്ച് ആ കഴുത്തോട് കഴുത്ത് കോർത്ത് പിടിച്ചിട്ട് ആ ചെവിയുടെ പിന്നിലതാ ചുംബനം കൊടുക്ക. ഇപ്പുറത്തേക്ക് കഴുത്തിട്ടിട്ട് കഴുത്തോട് കഴുത്ത് കോർത്തിട്ട് ഇപ്പുറത്തെ ചെവിയുടെ പിന്നിലും ചുംബനം കൊടുക്ക. പുന്നാര പൂമാന്റെ ശിരസിലൂടെ തലോട. ആ ശരീരത്തെ വേണ്ടോളം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ട് വിരൽ മുറിച്ച സ്ത്രീകളുടെ വിരലറ്റുപോയ വേദന അവർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ആ സൗന്ദര്യധാമത്തെ ആസ്വദിച്ച പോലെയല്ല. സൗന്ദര്യധാമത്തെ ആസ്വദിക്കുന്നതിനപ്പുറം പ്രവാചക പ്രേമത്തിന്റെ പ്രഫുല്ലമായ പ്രകാശം കൊണ്ട് ആ പ്രവാചക പ്രേമി അള്ളാന്റെ ഹബീബിനെ അങ്ങനെ നുകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ശരീരത്തിന്റെ പുറം ഭാഗം മുഴുവനും അസ്ത്രങ്ങൾ കൊണ്ട് കുമിഞ്ഞുകൂടുമ്പോ മഹാനായ അനസിന്റെ രക്തം വാർന്നൊലിക്കുമ്പോൾ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാർ എയ്തുവിട്ട ശരങ്ങൾ അവരുടെ ആവനാഴിയിൽ കാലിയാകുമ്പോൾ അനസ് ഇബ്നു നദറിന്റെ നേരെ ഇനി എയ്ത് വരാനുള്ളതായ ശരങ്ങളുടെ എണ്ണം കുറവാ. ശരീരത്തിന്റെ മുൻഭാഗം അങ്ങ് തിരിച്ചു കൊടുക്കുമ്പോൾ തുടുത്തു നിൽക്കുന്ന കവിൾത്തടത്തിലേക്ക് ഓരോ ശരങ്ങളും മൂർച്ചയുള്ള ആയുധങ്ങളും വരുമ്പോൾ ആ കണ്ണ് പുറത്തേക്ക് ചാടുമ്പോൾ ആ ചുണ്ട് കീറി മുറിഞ്ഞ് വികൃതമാകുമ്പോൾ മാംസ കഷ്ണങ്ങൾ മുഖത്തെ വികൃതമാക്കുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണഭൂമിയിൽ നിലംപതിച്ച് വീഴുമ്പോൾ രണാങ്കണത്തിന്റെ ചുവട് വെപ്പുകളിൽ സ്വഹാബത്തിന്റെ പരാജയം, അവർക്ക് ക്ഷീണം സംഭവിച്ചതിന് ബോധ്യപ്പെട്ടിട്ട് പുന്നാര നബി തങ്ങളുടെ കൂടെ പിറ്റേ ദിവസത്തിന്റെ പ്രഭാതത്തിൽ രണാങ്കണം പരിശോധിക്കാനും സ്വഹാബികളിൽ ഷഹീദായവരെ മറവ് ചെയ്യാൻ ഇനി ബാക്കിയുണ്ടെങ്കിൽ മറവ് ചെയ്യാനും യുദ്ധക്കളം പരിശോധിച്ച് വരുമ്പോ സ്വഹാബത്ത് ചിതറിയോടിയോടുത്ത് കുറെ ജനാസകൾ പലരുടെയും മറവ് ചെയ്തു. ഇതാ ഒരു പുതിയ ജനാസയാ. സ്വഹാബികൾ എങ്ങനെ നോക്കി, ആ നെറ്റിത്തടത്തിൽ നിന്നും വാർന്നൊലിച്ച രക്തം ഉണങ്ങി പിടിച്ചിട്ട് മുഖം തിരിച്ചറിയാവതല്ല, ആ രക്തത്തെ തുടച്ച് മാറ്റാവതല്ല, അത് ഷഹീദിന്റെ രക്തമാണ്, ആദരണീയമാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ വിളിച്ചിട്ട് പറയാ, നബിയെ ഇവിടെ ഒരു മയ്യിത്ത് കിടക്കുന്നുണ്ട്, ഇതാരുടേതെന്ന് തിരിച്ചറിയുന്നില്ല നബിയെ, ഇതാരുടേതെന്ന് തിരിച്ചറിയുന്നില്ല നബിയെ. സ്വഹാബികൾ വട്ടമിട്ട് നിൽക്കാ, എല്ലാവരും ഉറ്റുനോക്കാ. ഒരടയാളം കൊണ്ടും വസ്ത്രത്തിന്റെ നിറം കൊണ്ടും ശരീരത്തിന്റെ ആകാര വടിവ് കൊണ്ടും ആ ശരീരഭാഷ കൊണ്ടും ഇടതൂർന്നു നിൽക്കുന്ന ദാടിരോമം രക്തത്തിൽ കുളിച്ചത് കൊണ്ട്, കട്ട പിടിച്ച് നിൽക്കുന്നത് കൊണ്ട്, മുഖഭാവം കൊണ്ടും മാംസങ്ങൾ തുറിച്ചു നിൽക്കുന്നത് കൊണ്ടും, കണ്ണ് പുറത്തേക്ക് ചാടിയത് കൊണ്ടും ആ ശരീരത്തെ തിരിച്ചറിയാൻ കൂട്ടുകാർക്ക് പോലും അയൽവാസികൾക്ക് പോലും കഴിയാതെ വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് വന്ന് നോക്കുമ്പോൾ പുന്നാര പൂമാന് കഴിയുന്നില്ല, ആരെന്ന് പറയാൻ കഴിയുന്നില്ല. പെട്ടെന്നതാ ഒരു കുഞ്ഞുമോളുടെ അലറിക്കരച്ചിൽ കേൾക്കാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ഓടി വരാ. സ്വഹാബികൾ വട്ടമിട്ട് നിൽക്കുന്ന അനസിന്റെ മയ്യത്തിന്റെ ഇടയിലേക്ക് സ്വഹാബികളെ വകഞ്ഞു മാറ്റിയിട്ട് ഒരു ചെറിയ മോള് കടന്നു വരാ. ആ പൊന്നുമോള് കടന്നു വന്നിട്ട് ആ
മയ്യത്തിന്റെ താഴെ ഇരുന്നിട്ട് മയ്യത്തിനോടൊപ്പം ഇരുന്നിട്ട് ആ മയ്യത്തിന്റെ വലത്തെ കയ്യിന്റെ ചെറുവിരലൊന്ന് ഉയർത്തിയിട്ട് അതൊന്നും മടക്കി കാണിച്ചപ്പോ ആ ചെറുവിരലിന്റെ വിടവിലതാ ഒരു കറുത്ത മറക് കണ്ടപ്പോ വിളിച്ചു പറയാ നെഞ്ചിൽ കൈ വെച്ചിട്ട്, നബിയേ, ഈ കിടക്കുന്നത് എന്റെ ആങ്ങള അനസാ നബിയേ, ഈ കിടക്കുന്നത് എന്റെ ഇക്കാക്ക അനസാണ് നബിയേ. എന്റെ ഉപ്പയില്ല, എന്റെ ഉമ്മയില്ല, എനിക്കാരുമില്ല, അഭയം എന്റെ പ്രിയപ്പെട്ട ഇക്കാക്കയാ, എന്റെ ഇക്കാക്ക അനസാണ് നബിയേ എന്ന് പറയുന്ന ആ പൊന്നുമോൾ അള്ളാന്റെ ഹബീബ് വാരിപ്പുണരാ. ആലോചിക്കണേ സഹോദര, അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുത്തതാ, അത് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സമർപ്പിച്ചതാ. ഉഹദിന്റെ രണഭൂമിയിൽ പുണ്യപൂമാന അണച്ചു പിടിച്ച വിയർപ്പ് കണത്തിന്റെ ആ സുഗന്ധപൂരിതമായ അവസ്ഥയിൽ ശ്വാസം വലിച്ചുകൊണ്ട് മഹാനായ അനസുവിന് നിറന്നവർ ഷഹീദായത്. അള്ളാഹുവിന്റെ കോടതിയിൽ പറയാനുണ്ടാകും, അള്ളാഹുവേ, നീ നിന്റെ സ്വർഗമാണ് അനസിന് നൽകുന്നതെങ്കിൽ അത് നിന്റെ ഔദാര്യമാണ് അല്ലാ. അനസ് അവസാനമായി ശ്വസിച്ചത് നിന്റെ ഹബീബിന്റെ വിയർപ്പിന്റെ മണമല്ലേ അല്ലാ. അനസ് അവസാനമായി കാതോർത്തത് നിന്റെ ഹബീബിന്റെ നെഞ്ചിടിപ്പിന്റെ താളമല്ലേ അല്ലാ. അനസ് അവസാനമായി അണച്ചുപിടിച്ച് ചൂടുകൊണ്ടത് നിന്റെ ഹബീബിന്റെ മാറിന്റെ ചൂടല്ലേ അല്ലാ. നിന്റെ ദീനിന് വേണ്ടി ഉഹദിൽ ഞാൻ എന്റെ പെങ്ങളെ യതീമാക്കിയിട്ട് പോന്നതല്ലേ അല്ലാ. അല്ലാഹുവേ, നിന്റെ സ്വർഗം തരാൻ നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബേ, അത് നിന്റെ ഔദാര്യമല്ലേ അല്ലാ. അനസ് റളിയല്ലാഹു അൻഹു വിചാരണ നേരത്ത് അല്ലാഹുവോട് പറയുമായിരിക്കും, റബ്ബേ, നീ എനിക്ക് നരകമാണ് തരുന്നതെങ്കിൽ അനസിന് പരാതിയില്ല അല്ലാ, അത് നിന്റെ നീതിയാണ് അല്ലാ. സ്വഹാബത്ത് കൊണ്ടുവരുന്ന അമലിന്റെ കൂമ്പാരങ്ങൾ അവരെ സ്വർഗത്തിലേക്ക് പാറിപ്പറന്നു പോകാൻ യോഗ്യരാക്കുമ്പോൾ നമുക്ക് യോഗ്യതയ്ക്ക് ഇനി ഒരു ഉഹദില്ല, ഇനി ഒരു ബദറില്ല, അഷ്റഫുൽ ഖൽഖിനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ, സ്വലാത്തുകളുണ്ടല്ലോ, പരിശുദ്ധ റമദാൻ നമ്മുടെ വീട്ടുവളപ്പിലെത്തിയല്ലോ. റമദാനിനോടുള്ളതായ അദബുകൾ പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ എന്റെ ശരീരത്തിനെ കൊണ്ട് പറ്റുന്ന പോലെ നോമ്പെടുത്ത് അല്ലാഹുവേ, സ്വഹാബികൾ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ ഒരു ചാൻസ് എനിക്ക് കിട്ടുമോ? പ്രാർത്ഥനകൾ കൊണ്ടും പ്രയത്നം കൊണ്ടും നമ്മൾ ധന്യരാവണം മുഅ്മിനെ. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം മുഅ്മിനെ. ഈ വഅദ് കൊണ്ട് നമുക്ക് കിട്ടേണ്ട പ്രയോജനം അതാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളുടെ അറിവിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ പ്രിയപ്പെട്ട ഉമ്മ സുഖമില്ല, പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ റഷീദ് സാഹിബ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഉള്ളവൻ ഇവിടെ വന്ന് വഴുതു പറഞ്ഞത് കേട്ടിരുന്ന എന്റെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ കൂടിയിരുന്ന ആമീൻ പറയുന്നവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കുക അല്ലാ. മരുന്ന് ഫലിക്കാത്ത രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. ചികിത്സിച്ചാൽ മടുത്തു പോകുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. നീ തന്ന സമ്പത്ത് കൊണ്ടും നീ തന്ന ആരോഗ്യം കൊണ്ടും നീ തന്ന മനക്കരുത്ത് കൊണ്ടും ദുർബലമാണെങ്കിലും നീ തന്നൊരൽപ്പം ഈമാനുണ്ട്. ആ ഈമാൻ കൊണ്ടും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സങ്കടം കൊണ്ടും ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഈ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഇവിടെ മറവ് ചെയ്യപ്പെട്ടവരിൽ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, റഹ്മാനായ തമ്പുരാനെ, ഈ പരിപാടികൾ നീണ്ടു നിൽക്കുന്ന ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിപാടികളൊക്കെ നീ കബൂലാക്ക് അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഞങ്ങളിൽ നിന്ന് മരിച്ചവരുടെ ഹദറത്തിൽ ഒരു വലിയ പ്രതിഫലത്തിന്റെ പ്രവാഹമാക്കണേ അല്ലാ. അല്ലാഹുവേ, അവസാനം നന്നാക്കി തരണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ അവസാനം നന്നാക്കി തരണേ അല്ലാ. നിന്റെ ഹബീബിന്റെ പൂവദനം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു നമുക്ക് റമദാൻ അനുകൂലമാക്കി തരട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ അല്ലാഹു ചേർക്കട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.